عليكم ورحمة الله وبركاته. الحمد لله والسلام الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى تدريب إعداد معلمين. ടീച്ചേഴ്സ് ട്രെയിനിങ് സെഷനിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. എല്ലാവരെയും അല്ലാഹ് സുബ്ഹാനഹു വ തആല ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി. അതേപോലെ വലദി യഖറഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി മഅസ് സഫറത്തിൽ കിറാമിൽ ബററ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുർആൻ ശരിക്കും വായിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉന്നതരും ആദരണീയരും ഖുർആന്റെ വാഹകരുമായ മലക്കുകളോടൊപ്പം അള്ളാഹ് പരലോകത്ത് വസിപ്പിക്കട്ടെ. നമുക്കറിയാം, ഖുർആൻ പഠനം അല്ലെങ്കിൽ പഠിപ്പിക്കൽ എന്നത് വളരെ മഹത്തായ ഒരു ജോലിയാണ്. അതേസമയം നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുന്ന രണ്ട് തരത്തിലുള്ള പഠനം വരും. ഒന്ന് ഡയറക്റ്റ് പഠിപ്പിക്കലാണ്, മറ്റൊന്ന് ഇൻഡയറക്റ്റ് പഠിപ്പിക്കലാണ്. ഇൻഡയറക്റ്റ് ആണെങ്കിലും പഠിപ്പിക്കുന്നതിന് ഡയറക്റ്റ് എന്ന് പറയും. ഓൺലൈൻ ലൈവ് ക്ലാസ് എന്നൊക്കെയാണ് പറയുന്നത്. ഓൺലൈൻ ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? ക്ലാസ് ലൈവായിരിക്കും, പക്ഷേ ചില ആൾക്കാർ ലൈവ് ക്ലാസ് എന്ന് പറയുകയും ചെയ്യും, അത് വരും, പ്രസംഗിച്ചിട്ട് അങ്ങ് പോവുകയും ചെയ്യും. അതിൽ ലൈവ് എന്ന് പറയാൻ പറ്റില്ല, മറിച്ച് എന്താണ്, അത് വീഡിയോ ക്ലാസ് എന്നോ റെക്കോർഡ് ക്ലാസ് പോലെ എന്തോ സംഭവമാണ്. കാരണം അവിടെ ഒരു ഹ്യൂജ് ഓഡിയൻസ് ഉണ്ടാവും. ആയിരക്കണക്കിന് ആൾക്കാർ അതിൽ പാർട്ടിസിപ്പൻസ് ആയിട്ടുണ്ടാവും, ഓഡിയൻസ് ആയിട്ടുണ്ട്. അപ്പൊ ഒരു മൈക്ക് ഓൺ ചെയ്യാന്ന് പറയുന്നത് നമ്മളെപ്പോലെ മൈക്ക് ഓൺ ചെയ്യാൻ അത്രത്തോളം എളുപ്പമല്ല. അത് കൺട്രോൾ ചെയ്യുന്നതൊന്നും അത്രത്തോളം എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ എഴുതി കൊടുക്കാൻ പറയും. നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വളരെ നിർജ്ജീവമായ ഒരു ക്ലാസ്സാണ്. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ഒരു അധ്യയന രീതിയെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് മുമ്പ് അങ്ങനെ ഞാൻ ഒരു പരിധിയോളം അകന്നു നിന്നുകൊണ്ട്, അതായത് പ്രത്യേകിച്ച് ജെൻഡർ ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ, അപ്പുറത്ത് സ്ത്രീകൾ സ്റ്റുഡൻസ് ആയിട്ടുണ്ടാവും, ഇപ്പുറത്ത് പുരുഷനാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ സൗണ്ട് കേൾക്കുക, കാണുക, സംസാരിക്കുക എന്നതിനെ കുറിച്ചൊക്കെ ഭയങ്കര ചർച്ച നടക്കുന്നുണ്ട്. ആണുങ്ങളുടെ അടുത്ത് പെണ്ണുങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമോ? പെണ്ണുങ്ങളുടെ സ്വരം ആണുങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിരുന്ന സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്തു? ഈ സംഭവമാണ് ഞാൻ ഉപയോഗിച്ചത്. സംശയം ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞു. അപ്പൊ അതെന്തായിരിക്കും? വളരെ നിർജ്ജീവമായ ഒരു ക്ലാസ് ആയിരിക്കും. ക്ലാസ് എടുക്കുന്ന ആളും ചിലപ്പോൾ ഉറങ്ങി പോകും, ക്ലാസ് കേൾക്കുന്ന ആളും. അതേസമയം ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ഉള്ള ക്ലാസ് ആയിരിക്കണം. എന്നാൽ ചോദിക്കുന്നവർ അഴകുഴമ്പൻ രീതിയിൽ ചോദിക്കുകയും, എപ്പോഴും ചോദിക്കാം, എപ്പോഴും ഇടയ്ക്ക് കയറി ചോദിക്കുക, അഭിപ്രായം പറയുകയൊക്കെ ചെയ്യാം. അങ്ങനെ രീതി എന്തായാലും ഉണ്ടാകാൻ പാടില്ല. അതേസമയം ക്ലാസ് എടുക്കാൻ വരുന്ന ആള് സൗഹൃദ സംഭാഷണം കൊണ്ടായിരിക്കണം എപ്പോഴും ക്ലാസ് തുടങ്ങുന്നത്. ഇതിനാണ് നമ്മൾ ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോ വന്ന ഉടനെ തന്നെ ഓക്കെ, ഹംദും സലാത്തും പറഞ്ഞ് ക്ലാസ് തുടങ്ങുന്നത്. ഇപ്പൊ ഞാൻ തുടങ്ങിയതുപോലെ ഹംദും സലാത്തും പറഞ്ഞ് ക്ലാസ് തുടങ്ങുന്നതിന് പകരം ഇപ്പൊ ഞാൻ തുടങ്ങാൻ കാരണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട തന്നെ ചില സംഗതികളിൽ ഇൻവോൾവ് ആയിരുന്നു. 8 മണിക്ക് മുമ്പ് തന്നെ, മഗ്‌രിബിന് മുമ്പ് തന്നെ നമ്മൾ റെഡി ആയെങ്കിൽ മാത്രമേ 8 മണിക്കുള്ള ക്ലാസ് സെഷൻ ആ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോ അങ്ങനെ വന്നപ്പോഴാണ് എന്ത് ചെയ്ത് 5 മിനിറ്റ് നമ്മൾ ലേറ്റായി പോയി. അപ്പൊ ലേറ്റായി പോയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് കയറി. ഇങ്ങനെ ഒരു ക്ലാസ്സും തുടങ്ങാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. മിസ്റ്റേക്ക് വരുന്നത് ഞാനാണെങ്കിലും ഉള്ള കാര്യം പറയണമല്ലോ. അങ്ങനെ ഒരു ക്ലാസ് തുടങ്ങാൻ പാടില്ല. ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും
ഞാൻ നോക്കി 8:30 31 ആയപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്ക് കുറച്ചാളെ വന്നിട്ടുള്ളൂ. അപ്പം വിചാരിച്ചു അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ ബാക്കിയുള്ളവരും കൂടെ വരട്ടെ എന്നൊക്കെ വിചാരിച്ചു. അത് ശരിയായ രീതിയല്ല. എന്തായാലും സ്വാഭാവികമായും നമ്മൾ ഇപ്പം സ്ത്രീകളാണ് ഇതില് ടീച്ചേഴ്സായിട്ട് പങ്കെടുക്കുന്നവരിൽ അധിക പേര്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കുന്ന സന്ദർഭത്തിൽ സ്ത്രീകൾക്ക് തന്നെ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ക്ലാസ്സിൽ നേരത്തെ വന്ന ആളുമായിട്ട് പരിചയപ്പെടുകയോ സംഭാഷണം ഏർപ്പെടുകയോ ചെയ്യണം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ മനസ്സ് ഓപ്പൺ ആകുന്നത്, സ്റ്റുഡൻസിന്റെ മനസ്സ് ഓപ്പൺ ആകുന്നത് ആ സന്ദർഭത്തിലാണ്. അങ്ങനെ ഓപ്പൺ ആകുമ്പോൾ എന്ത് സംഭവിക്കും, സ്റ്റുഡൻസും ടീച്ചറും തമ്മിൽ സെയിം വേവ് ലെങ്തിൽ വരും. റാപ്പോ ബിൽഡ് ചെയ്യാന്നൊക്കെ പറയും. റാപ്പോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. റാപ്പോ ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് എന്തായിരുന്നാലും നമുക്ക് അധ്യയനവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം പറഞ്ഞാൽ നമ്മൾ പറയുന്നത് നേർക്ക് നേരെ അവരുടെ മനസ്സിലേക്ക് കയറും. ഇതാണ് അവരും നമ്മളും തമ്മിൽ ഒരു സെയിം വേവ് ലെങ്തിലാവുക അല്ലെങ്കിൽ റാപ്പോ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ പ്രയോജനം. റാപ്പോ ബിൽഡ് ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത്, എല്ലാ ക്ലാസ്സും എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെറിയ കുട്ടികളാണെങ്കിലും സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, സാധാരണ ഓക്കെ ക്ലാസ് വന്നു, അസ്സലാമു അലൈക്കും പറഞ്ഞു, കുട്ടികളെല്ലാം എഴുന്നേറ്റുന്നു, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ നേരെ ബോർഡിൽ പോയി, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൻ നാസ് ആണ്. അതിൽ പ്രധാനപ്പെട്ട 10 വാക്കുകൾ വന്നിട്ടുണ്ട്. ഇത് പഠിച്ചു തീരുമ്പോൾ നിങ്ങൾ 4 ജുസ് അല്ലെങ്കിൽ 5 ജുസ് പഠിച്ചു തീരും. ഒക്കെ നമുക്ക് പഠിക്കാം, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ എല്ലാ ക്ലാസ് തുടങ്ങും. കുട്ടികളാണെങ്കിലും വലിയവരായിരുന്നാലും ഏത് രീതിയിലുള്ളവരായിരുന്നു അവരുമായിട്ട് എന്ത് ചെയ്യുക, സംഭാഷണം പറയുന്നു. ഞാൻ 7ാം ക്ലാസ് പഠിപ്പിക്കുമ്പോഴത്തേക്ക് 7ാം ക്ലാസ്സിൽ നേരിട്ട് എല്ലാ ബോയ്സും ഗേൾസും ഉണ്ട്, എല്ലാ ബോയ്സും ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ടാണ്. ചെറിയ കുറച്ച് കുട്ടികളേ ഉള്ളൂ. അപ്പൊ എല്ലാ ബോയ്സും എന്ത് ഷേക്ക് ഹാൻഡ് കൊടുത്ത് ഹായ് ഒക്കെ പറഞ്ഞു എന്താണ്. കഴിഞ്ഞ ദിവസം നീ ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നില്ല, മോനോടെ പോയി. അപ്പൊ എന്ത് ചെയ്യാം, ഓർമ്മ ഉണ്ടാവും. ആഴ്ച ഒരു ദിവസമാണ് ക്ലാസ്സിൽ പോകുന്നെങ്കിൽ പലപ്പോഴും എനിക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ ഇല്ല എന്നുള്ളത്. മിക്കവാറും ശരിയായിരിക്കും. ഞാൻ ഓക്കെ നീ എവിടെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികം നമ്മൾ അറ്റൻഡൻസ് ഒക്കെ തുറന്ന് നോക്കുന്നതിന് പകരം അപ്പൊ ഇനി എന്തിനാണെന്ന് ചോദിച്ചാൽ കുട്ടികളും നമ്മളുമായി അല്ലെങ്കിൽ സ്റ്റുഡൻസും ക്ലാസ് എടുക്കുന്നയാളും തമ്മിലായി ഒരു കണക്ഷൻ ഉണ്ടാകും. കണക്ഷൻ ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ അവരുമായിട്ട് നമ്മൾ പറയുന്ന കാര്യം. അപ്പം മൈൻഡ് ടു മൈൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് അധ്യയനം എന്ന് പറയുന്നത്. മൈൻഡ് ടു മൈൻഡ് കമ്മ്യൂണിക്കേഷൻ ആകണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാം, ചോർപ്പ് കൊണ്ടുപോയി തലച്ചോറിനകത്ത് ഒഴിച്ചു കൊടുക്കുന്ന സംഭവമല്ല. അങ്ങനെ ഒരു പഠനവും ചെയ്യാൻ പറ്റില്ല. അതൊക്കെയാണെങ്കിൽ നെറ്റിലൂടെയോ അല്ലെങ്കിൽ ഇപ്പോ AI വന്നതോടുകൂടി അധ്യാപകർ അധ്യാപകർ എന്ത് ചെയ്യണം, വളരെ അലർട്ടായിരിക്കണം. കാരണം എന്താ, ഈ AI എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ പറയുന്നത് ഇപ്പൊ എന്നെ ഈ പേരിലാണ് വിളിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ AI ഒക്കെ നിജും സാഹിബ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് സംഭാഷണം തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു തരാം, എനിക്ക് പറഞ്ഞു തരാം. ഓ ശരി നിജും സാഹിബ്, ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഇന്ന് ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ് എടുക്കാൻ പോവാണ്, അപ്പോൾ ഈ വിഷയമാണ് അതിൽ പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വെച്ചിരുന്നാൽ അടുത്ത പ്രാവശ്യം അപ്പൊ ഈ ആഴ്ച ഒരു ദിവസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ പറയും ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന് പഠിപ്പിക്കുന്ന ആളാണോ എന്ന് ചോദിക്കും. അപ്പൊ അത്രയും മെമ്മറിയും ഇതൊക്കെ കീപ്പ് ചെയ്യുന്നതാണ് എന്ത് AI എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ വളരെ സ്മാർട്ടായിരിക്കണം, അലർട്ടായിരിക്കണം, എന്തായിരിക്കണം, സ്റ്റുഡൻസുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിരിക്കണം എന്ന് വിചാരിച്ച് അവർക്ക് നമ്മുടെ തലയിൽ കയറാനുള്ള അവസരം എടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ സമയത്ത് നമ്മൾ റാപ്പോ ബ്രേക്ക് ചെയ്യും. സ്റ്റുഡൻസുമായിട്ടും ആരുമായിട്ടും നമ്മൾ റാപ്പോ ബിൽഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ റാപ്പോയ്ക്ക് ഒരു പരിധി വരെ അതാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു സംഭവമാണ്. റാപ്പോ അതിരി കടന്നാൽ എന്ത് സംഭവിക്കും, അത് ഓവറായി പോവും. അത് ചിലപ്പോൾ ദോഷം ചെയ്യും, പലപ്പോഴും ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ഒരു ലിമിറ്റ് ചെയ്യണം. നമ്മൾ അവരുടെ കാര്യത്തിലേക്ക് ചിലപ്പോൾ കുറച്ചൊക്കെ ഇടപെടാം. അപ്പൊ നമ്മൾ സ്റ്റുഡൻസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഒരാളെ കണ്ടില്ല, അപ്പൊ അയാളെ വിളിച്ചു നോക്കുക. അത് ഇതിന്റെ കൂടെ മനസ്സിൽ പറയേണ്ട ഒരു സംഗതിയായി.
അപ്പോൾ റാപ്പോ ബിൽഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, അവരെ തലയിൽ കയറാൻ അനുവദിക്കരുത്, ആ പരിധിയിൽ നമ്മൾ നിർത്തണം. മാത്രമല്ല അവരിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലുന്നതിനും എന്തുണ്ടാകും, ഒരു പരിധി ഉണ്ടാവും. പ്രത്യേകിച്ച് ജെൻഡർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ജെൻഡർ ഡിഫറൻസിൽ ഇസ്ലാം കുറെ പരിമിതികൾ നിശ്ചയിക്കുന്നുണ്ട്. ഈ പരിമിതികൾ നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ ക്ലാസ്സിലെത്താവൂ. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഇപ്പം കമ്മ്യൂണിക്കേറ്റ് അറബിക്ക് എടുക്കുന്ന ക്ലാസ് എടുക്കുന്നത് ലേഡി ടീച്ചറാണ് എടുക്കുന്നത്. അതിൽ പുരുഷന്മാരും സ്ത്രീകളും പങ്കെടുക്കുന്നത്. കാരണം കുറച്ച് പുരുഷന്മാരേ ഉള്ളൂ, അവർക്ക് വേണ്ടി പുരുഷന്മാർക്ക് വേറെ ക്ലാസ് എടുക്കുന്നത് നമുക്ക് പ്രായോഗികമല്ല. അപ്പൊ അവര് അങ്ങനെയുള്ള സ്റ്റുഡൻസ് അല്ല ടീച്ചേഴ്സ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, നമ്മളെ മൈൻഡിൽ ഈ റാപ്പോ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. അതേസമയം ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ അവരുമായിട്ട് അകന്നാണ് നിൽക്കുന്നത്, ജെൻഡർ ഡിഫറൻസും മറ്റു കുറെ സംഗതികളൊക്കെ ഉണ്ട്, പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അകന്നാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ പറയുന്നതൊന്നും അവർക്ക് വേണ്ട രീതി മനസ്സിലാകും. ഒരു അധ്യാപകൻ റെക്കോർഡഡ് ക്ലാസ് ഒരു സ്റ്റുഡന്റ് കേൾക്കുന്നവരെ മനസ്സിലാവും. അതേസമയം അവർക്ക് വേണ്ട രീതി മനസ്സിലാകണമെങ്കിൽ മൈൻഡ് ടു കമ്മ്യൂണിക്കേഷൻ ആകാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ സൗഹൃദമാണ്, എന്നാൽ സൗഹൃദം എന്ന് പറയുന്നത് ഇസ്ലാം അനുവദിച്ച നിബന്ധനകൾക്ക് അപ്പുറം പോകാത്ത സൗഹൃദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ നേരത്തെ ആയിരുന്നു. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അതവിടെ തന്നെ നിൽക്കുന്നത്. എല്ലാം എന്താണ്, ഇന്നമല്ലാൽ ബിന്നിയാത്തെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നതാണ് ഈ കണക്ഷൻ. അപ്പൊ നമ്മൾ അവരോട് ചിരിക്കുന്നു, സംസാരിക്കുന്നു, അതൊക്കെ എന്തായിരിക്കണം, ആ ലിമിറ്റിൽ നിന്നുകൊണ്ടേ ആകാം. പുരുഷന്മാരും സ്ത്രീകളും ഖുത്ബ നടത്തുന്ന ഖത്തീബന്മാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ ഖുത്ബ നടത്തുമ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രസംഗം നടത്തുമ്പോൾ, പ്രഭാഷണം നടത്തുമ്പോൾ ജനറൽ പബ്ലിക്കിനെ അഡ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ടു മൈൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം എന്ന് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകണം. അതേസമയം ഇത് ഒരു പരിധിക്ക് അപ്പുറം പോകാൻ പാടില്ല എന്ന മൈൻഡും നമ്മളെ മനസ്സിലാക്കണം. ഓക്കെ, പിന്നീട് ഞാൻ രണ്ടാമത് പറഞ്ഞൊരു പോയിന്റ് ഈ ഐസ് ബ്രേക്കിങ്ങിന്റെ കൂടെയുള്ള സംഭവമാണ്. ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് തുടങ്ങാൻ വേണ്ടിയുള്ള സ്റ്റാർട്ടിങ് ട്രബിൾ തീരാൻ വേണ്ടി. ഇനി ഈ സ്റ്റാർട്ടിങ് ട്രബിൾ തീരാൻ വേണ്ടിയുള്ള ഈ സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിൽ വന്നത്, ഈ സ്റ്റാർട്ടിങ് ട്രബിൾ ചിലർക്ക് എന്തുണ്ടാവും, സ്റ്റാർട്ടിങ് ട്രബിൾ തന്നെയായിരിക്കും. ചില സമയത്തോളം ഐസ് ബ്രേക്കിംഗ് മാത്രമാണ്. അവർ വിദഗ്ധ അധ്യാപകരാണ്. അവരെ സംബന്ധിച്ചോളം കോളേജിൽ പോയി കോളേജിലെ പ്രൊഫസർ വന്ന് ലെക്ചർ നടത്തുന്ന പോലെയല്ല നമ്മളെ ഖുർആൻ പഠനം എന്ന് പറയുന്നത്. സ്റ്റുഡൻസുമായി ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ക്ലാസ് എടുക്കാൻ തുടങ്ങേണ്ടത്. അപ്പോ ക്ലാസ്സിൽ ഒരാളെ കണ്ടില്ല, അപ്പൊ അയാൾ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുമായി നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കണം. പ്രത്യേകിച്ച് ലേഡീസിന് ക്ലാസ് എടുക്കുമ്പോൾ അവരെന്ത് ചെയ്യണം, അവർ വരാത്തവരെ പ്രത്യേകം ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. അത് നമ്മളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം അവർ ചിലപ്പോൾ ഫോളോ അപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ 1-2 ക്ലാസ് കഴിയുമ്പോഴേക്കും എന്താവും, ബ്രേക്ക് ഔട്ട് ആയി പോയാൽ ആകാൻ സാധ്യതയുണ്ട്, ബ്രേക്ക് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ ഫോളോ അപ്പ് ചെയ്യണം. ഒന്ന്, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട സംഗതിയാണ്. നിങ്ങൾ ലൈവ് ഓൺലൈൻ ക്ലാസ് ആയിരുന്നാലും ശരി, ഓഫ്ലൈൻ ക്ലാസ് ആയിരുന്നാലും ശരി, ക്ലാസ് എടുക്കാൻ ഓക്കെ, ഇനി എന്നോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കും, അതിനപ്പുറം എനിക്കൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് 4 വരയ്ക്കേ ഉള്ളൂ. അവർ കുറച്ച് കഴിയുമ്പോൾ 2-3 വരയ്ക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു ഉസ്താദ്, ഇതും കൂടെ വേറെ ഒന്നിലേക്ക് മരിക്കാൻ പറ്റുന്നു. ഈ 3 പേര് വരെ ആകാൻ കാരണം എന്താ, ആരാണ് ഉത്തരവാദി? തീർച്ചയായിട്ടും ടീച്ചർമാരാണ് അതിന്റെ ഉത്തരവാദി. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒക്കെ ഒരാള് ആബ്സെന്റ് ആകുന്നു, 1 പ്രാവശ്യം ആബ്സെന്റ് ആയി, 2 പ്രാവശ്യം ആബ്സെന്റ് ആയി, നമ്മളെ റിപ്പോർട്ട് ചെയ്തിട്ട് അത് കോമൺ പൊതു എന്താ പറയാ സംവിധാനം ഉണ്ടെങ്കിൽ അതിലെ ജനറൽ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണോ, ഇപ്പൊ നമ്മുടെ സ്ഥാപനമാണെങ്കിൽ നമ്മളേക്ക് അറിയിക്കണം, ആളെ 2 പ്രാവശ്യമായിട്ട് വരുന്നില്ല, അടുത്ത പ്രാവശ്യം ചിലപ്പം എന്താകും അന്വേഷിക്കണം, അവരെ ഫോളോ അപ്പ് ചെയ്യണം. അവര് ഡ്രോപ്പ് ഔട്ട് ആണെങ്കിൽ ഡ്രോപ്പ് ഔട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. ഓക്കെ, അവരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ജോലി ഭാരം കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഭാരം കൊണ്ട് അവർ വരുന്നില്ല, നമ്മൾ നോട്ട് ചെയ്ത് ഉറപ്പുവരുത്തും. അതെന്താണ് ടീച്ചറിന്റെ ഉത്തരവാദിത്തം. നമ്മുടെ ക്ലാസ് ആണെങ്കിലും എവിടെ ആണെങ്കിലും നമ്മൾ ചെയ്യണം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കൂളിലാണെങ്കിൽ ഹെഡ് മാസ്റ്ററിനോട് അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളോട് നമ്മൾ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യണം, ഈ കുട്ടി 2 ആഴ്ച കൊണ്ട് വരുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല. ഞാൻ പറയും ക്ലാസ്സിൽ പറയുമ്പോഴത്തേക്ക് ഓക്കെ, കഴിഞ്ഞ ആഴ്ച വന്നില്ല, ഓക്കെ, അത് ഈ ഒരാഴ്ച ഒരു കുട്ടി വന്നില്ല, എനിക്ക് അടുത്ത ആഴ്ചയാണ് ഈ കുട്ടിയെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കിട്ടില്ല.
ഞാൻ പ്രിൻസിപ്പളുമായി സൗഹൃദമായി സംസാരിക്കുന്നതിന്റെ കൂടെ തന്നെ അത് പറഞ്ഞു പോകും. ഈ സംഭവം ഉണ്ടായിരിക്കണം അധ്യാപന സമയത്തോളം പ്രധാനപ്പെട്ട സംഗതി. ഓക്കെ, ഇന്ന് നമ്പർ 1 വിളിക്കേണ്ടത് ഫാത്തിമ രഹന. റെഡി? റെഡിയാണ്. ഫാത്തിമ രഹന. ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എല്ലാവരെയും ഫാത്തിമ രഹന കോ-ഹോസ്റ്റ് ആക്കിയാണ്. പിന്നെ രണ്ടാമതുള്ളത് അൻഷിലയാണ്. അൻഷില എത്തിയിട്ടുണ്ട്. അൻഷില കോ-ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. മൂന്നാമത്തത് അലിമുത്തു ആണ്. അലിമുത്ത് ഉണ്ടോ? അലിമുത്തുണ്ട്, കോ-ഹോസ്റ്റ് ആക്കി. അലിമുത്തുണ്ട്. പിന്നെ റഷീദ് ഉണ്ട്. റഷീദ് വന്നില്ലേ? റഷീദ് സാഹിബ് എത്തിയില്ലേ? റഷീദ് ഒന്നുമില്ല. അബ്ദുൾ ഉണ്ടല്ലോ. EV അബ്ദുൾ റഷീദ്. ആണ്, അതാണ്. ഓക്കെ, കോ-ഹോസ്റ്റ്. ഓക്കെ, അൻഷില ഷെയർ സ്ക്രീൻ ഷെയർ ചെയ്യും. സർ രണ്ടാമതെടുത്താ പോരെ? അല്ല, ഒന്നാമത്തെ ആള് വേറെ ആളാണ്, ഫാത്തിമ രഹന. ഫാത്തിമ രഹന വരട്ടെ. അൻഷില അല്ല, ഫാത്തിമ രഹന. ഫാത്തിമ, സ്ക്രീൻ ഷെയർ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഷെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ 4ാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അൽഹംദുലില്ലാ 3 സെഷൻ നന്നായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതുവരെ പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഡെയിലി ഖുർആന് ഖുർആനെ കുറച്ച് അർത്ഥവത്തായിട്ട് നമ്മൾ തുറന്ന് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു മീനിങ് ഇല്ലാതെ അങ്ങനെ അങ്ങനെ ഓതിപ്പോവല്ലാതെ നമ്മളൊന്ന് ഇരുന്ന് സമാധാനത്തിൽ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കിയെന്ന് ഒരു പേജിന്റെ ഒരു അരഭാഗമെങ്കിലും എടുത്തിട്ട് നമ്മളെ തന്നെ ഒന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. നമ്മൾ എത്രത്തോളം എത്തി പറയുന്നുണ്ട്. ആ 6.75 പേജസ് എന്ന് പറയുന്നുണ്ട്. അത്രത്തോളം നമ്മൾ എത്തിക്കണമെന്ന് നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേഷൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതൊരു നല്ലൊരു മോട്ടിവേഷനാണ്, ഒരു സെൽഫ് മോട്ടിവേഷൻ പോലെയാണ്. കാരണം നമ്മൾ പഠിച്ചോടത്തുനിന്ന് കയറി കൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെ വേർഡ് നമുക്കറിയാം, ഏതൊക്കെ വേർഡ് നമുക്ക് ആദ്യം അറിഞ്ഞതുണ്ട്, ഏതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചു വന്നപ്പം പുതിയതായി അറിഞ്ഞു കഴിഞ്ഞ്, അങ്ങനെ നമ്മൾ ഓരോന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് നല്ലൊരു മോട്ടിവേഷനാണ് പിന്നെ ഖുർആനെ അറിയാനും പഠിക്കാനും ഒക്കെ. അങ്ങനെ ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞോടത്ത് നോക്കി കഴിഞ്ഞാല് ഖുർആന്റെ മൊത്തം പേജില് 6.25 പേജോളം
പദങ്ങൾ നമ്മൾ ഹലോ. കഴിഞ്ഞതാണ്. അൽഹംദുലില്ലാ. ഇപ്പോ ഇന്ന് നമ്മൾ സൂറ ഫാത്തിഹ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. സൂറത്തുൽ നാസാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. സൂറത്തുൽ നാസ് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയില് ഒരുപാട് വേർഡ്സ്, ഒരുപാട് പദങ്ങൾ നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും. അതല്ലാതെ പുതിയ വാക്കുകൾ ഇവിടെ ഈ സ്ലൈഡിൽ കാണുന്ന പോലെയാണ്. പുൽ പുൽ എന്നുള്ള വാക്ക് 330 തവണ ഖുറാനിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അന്നാസ് ജനങ്ങൾ, മലിക്ക് രാജാവ്, ഇലാഹ്, ഷർറ്, സുദൂർ, ജന്ന, ഹിയ. ഇത്രത്തോളം പദങ്ങളാണ് സൂറത്തുൽ നാസിൽ നമ്മൾ പുതിയതായിട്ട് ഈ നാസിൽ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. പഠിക്കുന്നതിന്റെ മുന്നേ നമ്മൾ നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി ഒന്ന് പറഞ്ഞു നോക്കാം. അതായത് ഖുറാൻ നമ്മൾ സാധാരണ നമ്മൾ പൊതുവായ ഒരു കാര്യം നമ്മൾ റീഡ് ചെയ്യുമ്പോൾ നമ്മളത് റീഡ് ചെയ്ത് പോവും. അതിലൊരു 25% നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. അത് മുഴുവൻ നമുക്കതങ്ങനെ ആലോചിച്ച് എടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ അതിൽ ഒരു ഭാഗം നമുക്ക് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും, പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. അതാണ് റീഡ് ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഭാഗം നമുക്കതിൻ്റെ മെമ്മറി ഉണ്ടാവും, ഓർത്തെടുക്കാൻ പറ്റും. ഒരു വായിച്ചൊരു ടോപ്പിക്കില് ഭാഗം നമുക്കത് ഓർത്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഒരു കാര്യം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പല വിഷയങ്ങളാവട്ടെ, നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ പുതിയ ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാവട്ടെ, താല്പര്യം ഉള്ളതും ആവട്ടെ താല്പര്യം ഇല്ലാത്തതും ആവട്ടെ, ഒരു കാര്യം പുതിയതായിട്ട് കേൾക്കുമ്പോൾ അതിന്റെ 35% നമ്മൾ മുഴുവനായിട്ടും അതേപടി നമുക്ക് ഓർത്തെടുക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ ഒരു 35% നമ്മളെ മൈൻഡിൽ അത് അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ നമ്മളിത് കാണുകയാണെങ്കിൽ, വേറെ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ, ആ കണ്ട ഇമാജിനറി പവർ ഉണ്ടല്ലോ, അത് കണ്ട കാര്യങ്ങൾ നേരിൽ വിഷ്വലൈസ് ചെയ്യാണ്. പിന്നെ അതിൽ നമ്മുടെ ചെവി ഇൻക്ലൂഡ് ആവുന്നുണ്ട്, നമ്മുടെ കണ്ണ് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പൊ നമ്മളുടെ കാണുമ്പോൾ ആ കാഴ്ച, ഒരു സംഭവിച്ച ഒരു സിറ്റുവേഷൻ നടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പുതിയ മെത്തേഡ് എന്തെങ്കിലും പഠിക്കുകയാണ്, എന്താണെങ്കിലും നമ്മൾ പഠിച്ച കാര്യം പിന്നീട് നമ്മൾ റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു 50% നമുക്കത് ഓർത്തെടുക്കാൻ പറ്റും, നന്നായി ഓർത്തെടുക്കാൻ പറ്റും. കണ്ടതിന്റെ പാതി നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് പറയുകയാണെങ്കിൽ, അതിന്റെ നമ്മൾ പറഞ്ഞ കാര്യം ചിലത് നമ്മൾ പറഞ്ഞത് നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. കേട്ടാള് മറക്കാൻ പറ്റില്ല, കേട്ടാള് കറക്റ്റ് അത് മറക്കാതെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ ഫുള്ളായിട്ട് എന്താണ് അപ്പൊ പറഞ്ഞത്, പല സിറ്റുവേഷനുകളും നമ്മളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളുടെ ഓരോ പ്രത്യേക സിറ്റുവേഷനിൽ നമ്മൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ പറഞ്ഞത് നമ്മൾ പിന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ ഒരു 60% നമുക്കത് റിവൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മുഴുവനായിട്ട് നമുക്കത് ഓർമ്മ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രാക്ടിക്കലി നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞത് അത് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ സ്കൂളിലോ ഇപ്പോ ഏതെങ്കിലും ഏതെങ്കിലും പ്രാക്ടിക്കൽ സെക്ഷൻസോ അല്ലെങ്കിൽ വല്ല എക്സ്പെരിമെന്റ്സോ, ഇപ്പൊ കുട്ടികളുടെ ഫീൽഡിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അതോ, അല്ലെങ്കിൽ നമ്മൾ പുതിയ കുക്കിംഗ് ഐറ്റംസ് പുതിയത് നമ്മൾ ഇപ്പൊ കുക്കറി ആണെങ്കിൽ നമുക്ക് എടുത്ത് നോക്കുക. ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമുക്കത് ഫുള്ള് ക്യാച്ച് ആവണമെന്നില്ല. നമ്മള് കാണുകയാണെങ്കിലും പിന്നീട് നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ ഫുള്ളത് മൈൻഡിൽ വരണമെന്നില്ല. പക്ഷെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഭാഗം നമുക്കത് അടുത്ത വട്ടം അതേ സെയിം ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് ഈസി ആയിട്ട് നമുക്കത് ഓർത്തെടുത്ത് ഉണ്ടാക്കാൻ പറ്റും.
കാരണം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അത് ചെയ്ത് നോക്കി പഠിച്ചിട്ടാണ് സെക്കൻഡ് ടൈം നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് നമുക്ക് അതിന്റെ 75% മുക്കാൽ ഭാഗം നമുക്കത് ഓർമ്മയിൽ ഉണ്ടാവും. ലേഡീസിന് നമുക്ക് ഈ കുക്കിങ്ങിന്റെ ആ ഫീൽഡിൽ തന്നെ പോയാൽ മതി, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മെമ്മറി പവറിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ. ആണുങ്ങളാണെങ്കിൽ അവരുടെ ഫെമിലിയർ ആയിട്ടുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെ നോക്കി അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് നമ്മളുടെ ഓർമ്മശക്തിനെ പറ്റിയിട്ട് നമുക്ക് തന്നെ ഒരു കാൽക്കുലേഷനിൽ വരാൻ പറ്റിയ കാര്യമാണ്. പിന്നെ ഇപ്പൊ നമ്മളൊരു പുതിയ കാര്യം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ച കാര്യം നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത്രത്തോളം നമുക്ക് അതിനോട് അത് കൂടുതലായിട്ട് മറക്കാതെ നമ്മളുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ പിന്നെ അത് ഓർക്കുമ്പോൾ ചിലപ്പോ 50 or 60% ഒക്കെ നമുക്ക് ഓർമ്മയിൽ വരുള്ളൂ. പക്ഷെ നമ്മളത് വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ മെമ്മറി പവർ കുറച്ചും കൂടി കയറിയിട്ടുണ്ടാവും. കാരണം അവിടെ നമ്മൾ ഫുൾ നമ്മളുടെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അത്രത്തോളം അതില് ഇറങ്ങിപ്പോയി നമ്മൾ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണല്ലോ. പിന്നെ നമ്മൾ അതിന്റെ 95% നമുക്കത് നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റും. അത് പിന്നെ അത്രക്ക് താറായിട്ട് അവിടെ കിടക്കും. അങ്ങനെ അപ്പൊ ഈ രീതിക്ക് നമ്മൾ ഖുറാനെ ഉപയോഗപ്പെടുത്തുകയാണ്, ഖുറാൻ നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം നമ്മളുടെ ജീവിതത്തിന്റെ നമ്മളുടെ ആത്മീയതയുടെ സ്പിരിച്വൽ ലെവല് നമുക്ക് പീക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോ നമ്മൾ ഇത്രത്തോളം ഇതുവരെ നമ്മളുടെ ഫിനിഷ് ആക്കിയ ചാപ്റ്റർ വൈസ് നമ്മളുടെ പഠന പുരോഗതി 10,202 പദങ്ങളാണ് ഇതുവരെ നമ്മൾ കവർ ചെയ്തത്. നമ്മുടെ ടാർഗറ്റ് 62,000 പദങ്ങളാണ്. ഖുർആനിലെ ടോട്ടൽ പദങ്ങളുടെ 62,000 പദങ്ങളാണ്. ഇപ്പൊ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മൾ ഖുർആനിൽ ഓരോ പേജും ഖുർആന്റെ ഒരു പേജ് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ അതിൽ 20% നമ്മൾ ഒരു പേജിൽ 20 പദങ്ങളോളം നമുക്ക് അറിഞ്ഞത് ആയിരിക്കും. ഇപ്പൊ നമ്മൾ സൂറത്തുൽ നാസ് നമ്മളൊന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖുൽ നീ പറയൂ. ഖുൽ നീ പറയൂ. അഊദു ഞാൻ അഭയം തേടുന്നു. ബിറബ്ബ് രക്ഷിതാവിനോട്. അന്നാസ് മനുഷ്യരുടെ. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് നീ പറയൂ. അഊദു ഞാൻ അഭയം തേടുന്നു മനുഷ്യരുടെ രക്ഷിതാവിനോട്. മലിക്കിൻ നാസ് മനുഷ്യരുടെ രാജാവ്. ആരോടാണ് അഭയം ചോദിക്കേണ്ടത്? ജനങ്ങളുടെ രാജാവായ അല്ലാഹുവിനോട്. ഖുൽ നീ പറയൂ. അഊദു ഞാൻ അഭയം തേടുന്നു. അഊദു എന്നുള്ള വാക്ക് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പഠിച്ചു. അതെല്ലാ സൂറത്തിലും നമ്മൾ ഓതുന്നതാണ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ജനങ്ങളുടെ റബ്ബിനോട്, രക്ഷിതാവിനോട്. ഇവിടെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ്
മനുഷ്യരുടെ രാജാവ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ലോകം മുഴുവനും ഭരിച്ച് ആ സിംഹാസനത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ ഖജനാവിലാണ് നമ്മൾ എന്ത് ചോദിക്കുന്നതും അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് അള്ളാഹുവിന് തരാൻ ഒരു പ്രയാസമില്ല. നമ്മൾ ചോദിക്കേണ്ട ഒരു എഫേർട്ട് മാത്രമേ നമുക്കുള്ളൂ. അള്ളാഹുവിന് അത് തരാൻ ഒരു റിസ്കും ഇല്ല. അത് ഈസിയാ തരാൻ അള്ളാഹു വിചാരിച്ച തരാൻ അത്രക്കും സുലഭമായതും അത്രക്കും അധികം ഉള്ളതുമായ ഖജനാവാണ്. അതിന്റെ രാജാവിനോടാണ് നമ്മൾ ചോദിക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്നത് ഇവിടെ? ഇലാഹിന്നാസ്, ഇലാഹ് ആരാധ്യൻ. ദിവസം നമ്മൾ ചെല്ലുണ്ടല്ലോ ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യനായ ആള് വേറെ ആരുമില്ല. ഇലാഹിന്നാസ്, മനുഷ്യരുടെ ആരാധ്യനായ അള്ളാഹുവിനോട് എന്താണെന്ന് ചോദിക്കേണ്ടത്? അഭയം ചോദിക്കണം. എന്തിൽ നിന്നുള്ള അഭയമാണ് ചോദിക്കേണ്ടത്? മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്. ഷർറ് തിന്മ, ഷർറിൽ നിന്നാണ് അഭയം ചോദിക്കേണ്ടത്. ആരിൽ നിന്നുള്ള ഷർറ്? ഒരു ദുർബോധകന്റെ പിന്മാറ്റി കളയുന്ന അവരുടെ ഷർറിൽ നിന്നാണ് അഭയം ചോദിക്കേണ്ടത്. ദുർബോധകൻ, അൽ വസ്വാസ് ദുർബോധകൻ, അൽ ഖന്നാസ് പിന്മാറിക്കളയുന്ന. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. അല്ലദീ ഒരുവൻ. അല്ലദീ തന്നെ ഖുർആനിൽ 1080ഓളം തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അല്ലദീ അത് ഏകവചനാണ്. അതിന്റെ ബഹുവചനം അല്ലദീന. അല്ലദീന യാതൊരുവർ, അല്ലദീ യാതൊരുവൻ, സമ്മൺ, അല്ലദീന ഒരു കൂട്ടം ആൾക്കാർ, യാതൊരുവർ. അല്ലദീ യുവസ്വിസു ദുർബോധനം നടത്തുന്നവർ. അവര് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദുർബോധനം, മോശപ്പെട്ട ചിന്തകൾ, നമ്മളുടെ ഈമാനെ നമ്മൾ ഉയർത്തിക്കൊണ്ടു പോകുമ്പോൾ അതിനെ താഴ്ത്തിക്കൊണ്ടു പോകാൻ വേണ്ടി അവരുടെ എഫേർട്ട് എടുത്ത് നമ്മളെ പിന്മാറ്റി കളയുന്ന ഒരു വിഭാഗം പിശാചിന്റെ വർഗത്തിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, അവരെന്ത് ചെയ്യണത്? മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും അള്ളാഹുവിനോട് അതിനോട് അഭയം തേടണം. അതിൽ നിന്ന് അഭയം തേടിക്കൊണ്ടേയിരിക്കണം. യുവസ്വിസു ദുർബോധനം നടത്തുന്നു. സ്വദുർ ഹൃദയം, സുദൂർ ഹൃദയങ്ങൾ. സ്വദുർ ഹൃദയം, സ്വദുറുൻ ഹൃദയം, സുദൂറുൻ ഹൃദയങ്ങൾ. ഒരു 2-3 വട്ടം പറഞ്ഞു നോക്കി. അത് നമുക്ക് ബൈഹാർട്ടായിക്കും. വിത്ത് TPI മെത്തേഡ്, ടോട്ടൽ ഫിസിക്കൽ ഇന്ററാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ വേണമെങ്കിൽ സ്വദർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തന്നെ കൈവച്ചിട്ട് നമുക്ക് ആ വേർഡിനെ നമ്മളുടെ ഹൃദയസ്ഥമാക്കാം. സ്വദർ ഹൃദയം, സുദൂർ ഹൃദയങ്ങൾ. പിന്നെ മിനൽ ജിന്നതി വന്നാസ്, അത് ജിന്നുകളിൽ പെട്ടവരുമാവാം മനുഷ്യരിൽ പെട്ടവരുമാവാം. നമ്മൾ സുബഹിന്ന് തുടങ്ങി നമ്മൾ ഉറങ്ങണ വരക്കും നമ്മൾ പല സന്ദർഭങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. വീടുകളുടെ ഉള്ളില്, മാർക്കറ്റുകളില്, പൊതുയോഗങ്ങളില്, പലയിടത്തും പല സിറ്റുവേഷനുകളും ഫേസ് ചെയ്ത് അവിടെ എല്ലാം സജീവമായിട്ട് അങ്ങനെ ഒഴുകി പോണത്, അങ്ങനെ ഒരു ജീവിതമാണ് മനുഷ്യരുടേത്. ഇവിടെ നമ്മളുടെ ഹൃദയം, നമ്മളുടെ ഈമാന് എല്ലാം നമ്മൾ പിടിച്ച് ഒരു ഈമാനിന്റെ വഴിയിൽ കൂടെ പോകുമ്പോൾ അതിൽ നിന്ന് ഷെറിന്റെ വഴിയിലേക്ക്, തിന്മയുടെ വഴിയിലേക്ക് എത്തിക്കാൻ ഒരുപാട് സിറ്റുവേഷൻസ് നമ്മളുടെ ചുറ്റുപോറുണ്ട്.
അത് മാർക്കറ്റുകളിലോ പൊതുവേദികളിലോ എല്ലായിടത്തും അതിനുള്ള അവിടെ അങ്ങനെ നമ്മളുടെ പുറത്തേക്ക് പുറം ലോകം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാലേ അറിയാം ഈ സൂറത്തിന്റെ ഒരു പ്രാധാന്യം നമ്മളുടെ ജീവിതത്തിൽ ഈ സൂറത്ത് നിലനിർത്തുമ്പത്തെ അതിന്റെ പ്രാധാന്യം നമുക്കപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഓക്കെ ഫാത്തിമ, ജസാക്കില്ലാഹു ഖൈറൻ. നമ്മള് ഇന്ന് ഈ ടീച്ചേഴ്സ് ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൂടുതലായതുകൊണ്ട് തൽക്കാലം എന്ത് ചെയ്യാണ്, പകുതി നിർത്തുകയാണ്. ഓക്കെ, ജസാക്കില്ലാഹു ഖൈറൻ, ജസാക്കില്ലാഹു ഖൈറൻ. അപ്പൊ നമുക്ക് ഫാത്തിമയുടെ ഒന്ന് രണ്ട് കാര്യം ചോദിക്കാനുണ്ട്. അതായത് ഫാത്തിമ അണ്ടർസ്റ്റാൻഡ് ഖുറാനിൽ പഠിച്ചിട്ടുള്ളതാണോ? അതല്ല വേറെ ഏതെങ്കിലും കോഴ്സാണ്? അല്ലല്ല, ഞാൻ അണ്ടർസ്റ്റാൻഡ് ഖുറാൻ പഠിച്ച ആൾ തന്നെയാണ്. എത്ര സെമസ്റ്റർ കഴിഞ്ഞു? 7 കഴിഞ്ഞിട്ടില്ല, ഞാൻ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതില് നിങ്ങളുടെ നമ്പർ പിന്നെ ഈ നമ്പർ തന്നെയാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഈ നമ്പർ അല്ല, നമ്പർ മാറിയുണ്ട്. നമ്പർ ഏതാ? ലാസ്റ്റ് 4 ഡിജിറ്റ് പറയും. 7813 ആണ് ആദ്യം കൊടുത്ത നമ്പർ. 7813. ആ ഓക്കെ ഓക്കെ, കിട്ടി. ഈ നമ്പർ വെക്കിയപ്പോ കിട്ടിയില്ല. 7813. ഓക്കെ. ഡയമണ്ട് വരെ എവിടെ പ്ലാറ്റിനം പരീക്ഷ ഇപ്പൊ കഴിഞ്ഞാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ഇല്ല ഉസ്താദ്, അത് കഴിഞ്ഞിട്ടില്ല. ഞാൻ 7ൽ നിന്ന് ജമ്പ് ചെയ്തിട്ടില്ല. 7ൽ തന്നെ നിൽക്കുകയാണ്. എക്സാം വരുമ്പോ ഓരോ സിറ്റുവേഷൻസ് ആയിട്ട് അത് മുടങ്ങി പോവാണ്. എക്സാം എഴുതാൻ പറ്റുന്നില്ല. 6 വരെ ഇവിടെ ഉണ്ട് നമ്മുടെ കേസില്. മാഷാ അല്ലാഹ്, എന്തായാലും വെൽ ഡൺ, വളരെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടിയുടെ സാന്നിധ്യത്തിൽ പോലും മനസാന്നിധ്യം വിടാതെ, അല്ല കുഴപ്പമില്ല, മനസാന്നിധ്യത്തോടെ എടുത്തു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് സ്വാഭാവികമായിട്ടും കുട്ടികൾ ടീച്ചേഴ്സിന്റെ കൂടെ ടീച്ചറിന്റെ കുട്ടികളുണ്ടാകുമ്പോൾ അതൊരു ഡിസ്റ്റർബൻസ് ആയി കരുതേണ്ടതില്ല. അത് പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്യും, ലേഡി സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ മനസ്സിലായിക്കൊള്ളും സിറ്റുവേഷൻ. അതിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇത്തരം സിറ്റുവേഷനിലൊക്കെ ക്ലാസ് എടുക്കാം. ഇതുപോലുള്ള ഇപ്പൊ കുട്ടി അടുത്ത് നിൽക്കുകയാണ്, നമ്മുടെ സന്ദർഭത്തിലെ ക്ലാസ് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോ ഇതിൽ എനിക്ക് തുടക്കത്തിൽ ഒരു കാര്യം പറയാനുള്ളത്, നമ്മള് ഹംദ് സലാത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഹംദ് സലാത്തിനെ കുറിച്ച് പറയുമ്പോൾ സയ്യിദ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന എന്ന സംഭവം എന്ത് ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്ന കൂട്ടത്തിൽ ഇല്ല. അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. സയ്യിദ് ഉപയോഗിക്കുന്നത് കൊണ്ട് സാങ്കേതികമായി കുഴപ്പമൊന്നുമില്ല. അതായത് നബി നമ്മുടെ നേതാവായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ നേതാവായിരുന്നു, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ വിമർശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ വിമർശിക്കാൻ വേണ്ടി എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടെത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടോ, അവരെ സംബന്ധിച്ചോളം ഞാനിപ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന പഴയ റെക്കോർഡ് കാണാം. ഈ തആല പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോഴും ഞാൻ കേട്ടിരിക്കുകയാണ്. കാരണം അന്ന് അപ്ലോഡ് ചെയ്തതിൽ 2013 അപ്ലോഡ് ചെയ്തതിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്നുണ്ട്. അപ്പൊ ഈ തആല എവിടെ നിന്ന് കിട്ടിയെന്നാണ് ചോദ്യം. അപ്പം ഞാനത് വേറൊന്നും കൊണ്ടല്ല, ചില ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ കാറ്റഗറി ആൾക്കാർക്ക് കൂടി ഇത് തൃപ്തിപ്പെട്ടു പോട്ടെ, ഇഷ്ടപ്പെട്ടു പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉപയോഗിച്ചത്. അപ്പൊ അത് ഹദീസിൽ ഇല്ലല്ലോ എന്നൊരു ആരോപണം വന്നിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള വാക്കുകൾ നമ്മൾ ഹദീസിൽ ഇല്ലാത്ത പ്രയോഗങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇതിനകത്തുള്ള ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഈ ഷെയറിങ് ഓഫ് ചെയ്യേ, അടുത്ത ആളൂടെ പറയാൻ വേണ്ടി കൂടെയാണ് ഷെയറിങ് ഓഫ് ചെയ്തത്. ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന 6.75 പേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് 6.75 പേജ് ഭാഗം 4-ൽ 6.75 പേജസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മളിപ്പോ ഇന്നത്തെ ക്ലാസ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഖുർആനിലെ 6.25 പേജുകളാണ് നിങ്ങൾ അധികമായി പഠിക്കാൻ പോകുന്നത്. ഇതാണ് ഇതിലെ
ഈ 6.75 എന്ന് കൊടുത്തിരിക്കുന്നത്. അത് ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞില്ലാത്തത് കൊണ്ടാണ് അത് കിട്ടാൻ. അതൊന്ന്. രണ്ടാമത്, ഈ ഭാഗത്ത് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രൊഡക്ഷനിൽ കുറച്ച് സ്പീഡ് പറഞ്ഞു പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു 6.25 പേജുകളാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു പ്രധാനമായിട്ടും വരുന്ന പദങ്ങൾ, പുതിയ പദങ്ങൾ ഖുൽദ് എന്നതാണ്. പിന്നെ അന്നാസ് വരുന്നു, മലിക്ക് വരുന്നു, ഇലാഹ് വരുന്നു, ഷർ, സുദൂർ, അൽ ജന്നത്ത്, ഹിയ, ഇത്തരം പദങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പുതുതായി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഡിസ്പ്ലേ ചെയ്യുകയാണെങ്കിൽ, ഡിസ്പ്ലേ ചെയ്യുന്നതോടുകൂടി എന്താ, ഫുൾ 330, പിന്നെ ഇത് സംഗതി ഡിജിറ്റ് അല്ലെങ്കിൽ അതിന്റെ നമ്പർ കൂടി അവര് കാണും. പിന്നെ കുട്ടികള് ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അടുത്ത പേജിൽ വന്നിരിക്കുന്നത്, പിന്നെ ഇത് നമ്മൾ കുറച്ചുകൂടെ സ്പീഡിൽ പറയണം കേട്ടോ, അത് നമുക്ക് അത്രയും സമയം കിട്ടില്ല. കുഴപ്പമില്ല, അതായത് ഭംഗിയായിട്ട് പറഞ്ഞു, അവതരിപ്പിച്ചെല്ലാം വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ എന്ത് ചെയ്യണം, ചില സംഗതികൾ നമ്മൾ ടോട്ടൽ പിന്നെ ടൈം നോക്കിക്കൊണ്ട്, ചിലപ്പോൾ 1 മണിക്കൂർ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് പറ്റും. ഇപ്പൊ നമ്മൾ 10 മിനിറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്, 20 മിനിറ്റ് എടുക്കാൻ പറഞ്ഞു അല്ലേ? സമയം പോണതേ ശ്രദ്ധിച്ചില്ല. അല്ല, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ശരി, ഓക്കെ. പറഞ്ഞത് വളരെ കാര്യമായിട്ട് പറഞ്ഞു, അതൊക്കെയാണ്. അൽഹംദുലില്ലാ. അപ്പൊ അത് കുറച്ച് സ്പീഡിൽ പോകാം. നമ്മൾ വായിക്കുന്നതിന്റെ 1/4 മാത്രമേ നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുള്ളൂ. കേൾക്കുന്നതിന്റെ 35% നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. കാണുന്നതിന്റെ പകുതിയും നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. പറയുന്നതിന്റെ നമ്മൾ കാണുകയും നമ്മൾ പറയുകയും ചെയ്താൽ അതിന്റെ 60% നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. നമ്മൾ എക്സസൈസ് എഴുതുകയാണ്, ഹോംവർക്ക് എഴുതുകയാണ്, അല്ലെ അതേപോലെ എഴുതി പഠിക്കുകയാണെങ്കിൽ നമുക്ക് 3/4 ഓർമ്മിക്കാൻ പറ്റും. അത് വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്കവാറും അതിലെ എല്ലാം ഓൾമോസ്റ്റ് നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റും. ഒരല്പം മാത്രമേ നമ്മൾ മറന്നുപോകുള്ളൂ. ഇങ്ങനെ വേണമെങ്കിൽ ചുരുക്കി പറയാം. പിന്നെ ഇത് മൊത്തത്തിൽ പറയാൻ വേണ്ട, എല്ലാവരും കൂടെ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അവസാനം നമ്മൾ ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, ഇത് പറയുമ്പോഴത്തേക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് 20 ഔട്ട് ഓഫ് 20 പെർ പേജ്. അത് പറഞ്ഞത് കറക്റ്റാണ്. ഒരു പേജിലെ 20 വാക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതേപോലെ ആകെ ഖുർആനിലെ 15% നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതാണ് ഈ കൊടുത്ത 15%. ഇടത് സൈഡിൽ കൊടുത്ത പെർ പേജ്. നിങ്ങൾ ഒരു പേജ് എടുത്താൽ അതിലെ 20 വാക്കുകൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അതും എന്ത് ചെയ്യാം, വേഗത്തിൽ പറഞ്ഞു പോകാം. ഖുർആനിൽ ആകെ 77,500 വാക്കുകളാണ് ഉള്ളത്. അതിൽ നമ്മൾ 2 years കോഴ്സിൽ ടാർഗറ്റ് ചെയ്യുന്നത് 62,000 വാക്കുകളാണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. നാം ഇതിനകം അൽ-ഫാത്തിഹ പഠിച്ചു കഴിഞ്ഞതോടുകൂടി 12,200-ലധികം വാക്കുകൾ പഠിച്ചു കഴിഞ്ഞു. ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവതരിപ്പിക്കുന്നത്. ഓക്കെ, ജസാക്കില്ലാഹു ഖൈറൻ. അടുത്ത് വരുന്നത് അൻഷിലയാണ്. അൻഷില ഷെയർ ചെയ്തോളൂല്ലോ അല്ലേ? ചെയ്യാം സർ. ഓക്കെ, ഷെയർ ചെയ്തു. ഷെയറിങ് വരുന്നുണ്ടോ? ഒരു മിനിറ്റ് സർ. ഓക്കെ, ഇത് ഓക്കെ. അൻഷിലയുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പൊ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, ഇനി സെക്കൻഡ് പാർട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. ലാംഗ്വേജിന്റെ പാർട്ട് എങ്ങനെ എടുക്കും? അവിടെ മുതലാണ് തുടങ്ങിയത്. അതെയാ, ഇപ്പൊ എടുത്തു കഴിഞ്ഞതിന്റെ ബാക്കി. അതിന്റെ കണ്ടിന്യൂഷൻ. ഓക്കെ. ഓക്കെ, അവിടെ തന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അപ്പോൾ നാം ഇതുവരെയുള്ള ക്ലാസ്സുകൾ
കുറിച്ച് ഇതുവരെയുള്ള ക്ലാസ്സുകൾ നാം വിലയിരുത്തി. ഇനി ഇൻഷാ അല്ലാഹ് നാം നോക്കാൻ പോകുന്നത് അവസാനം പഠിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുസ്ലിമുൻ, മുഅ്മിനുൻ, സ്വാലിഹ്, കാഫിറുൻ, മുശ്രിക്കുൻ, മുനാഫിക്കുൻ തുടങ്ങിയ പദങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുസ്ലിമുൻ പറഞ്ഞാൽ അനുസരണയുള്ളവൻ, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി, സ്വാലിഹ് എന്ന് പറഞ്ഞാൽ സൽക്കർമ്മി, കാഫിറുൻ സത്യനിഷേധി, മുശ്രിക്കുൻ ബഹുദൈവ വിശ്വാസി, മുനാഫിക്കുൻ കപട വിശ്വാസി. ഹുവ വന്നാൽ മുസ്ലിമുൻ പറയും, ഹും വന്നാൽ മുസ്ലിമൂൻ. അവസാനം 10 എടുത്ത് പറയും കേട്ടോ. ഓക്കെ. ഓരോ പേജിലും രക്ഷിതാവ്, റബ്ബ് എന്ന് പറയുന്ന രക്ഷിതാവ്, റബ്ബഹു അവന്റെ രക്ഷിതാവ്, റബ്ബഹും അവരുടെ രക്ഷിതാവ്, റബ്ബുക്ക നിന്റെ രക്ഷിതാവ്, റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ്, റബ്ബി എന്റെ രക്ഷിതാവ്, റബ്ബുന ഞങ്ങളുടെ രക്ഷിതാവ്. ഇത് ഓരോ പേജിലും 15 തവണ 10,000 പ്രാവശ്യം വരുന്നുണ്ട് ആവർത്തിച്ചിട്ട്. അതേപോലെ പുരുഷനെ കുറിച്ച് പറയുമ്പോൾ ഹുവ മുഅ്മിനുൻ എന്ന് പറയുന്നു. അതേപോലെ അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീയെ കുറിച്ച് അവളൊരു ഹുവ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവനൊരു സത്യവിശ്വാസിയാണ്. അതേപോലെ ഒരു സത്യവിശ്വാസിനിയാണ് എന്ന് പറയുന്നത് ഹിയ മുഅ്മിനത്തുൻ. അതേപോലെ ഹിയ പറഞ്ഞാൽ അവൾ, റബ്ബുഹ അവളുടെ റബ്ബ്, ദീനുഹ അവളുടെ ദീൻ, കിതാബുഹ അവളുടെ ഗ്രന്ഥം. ഇവിടെ ഹിയ വരുമ്പോ അവസാനത്തെ അടയാളം ഫതഹാക്കി മാറ്റുകയും അന്ത്യത്തില് അതിന്റെ അവസാനത്തില് ഹാത്ത ചേർക്കുകയും ചെയ്യും. അതായത് മുസ്ലിമുൻ എന്നത് മുസ്ലിമ എന്ന് ചേർക്കുകയും അതിന്റെ അവസാനത്ത് താ ചേർക്കുകയും ചെയ്യും. മുസ്ലിമത്തുൻ. അതിനെ ജമ്മാക്കി പറയുമ്പോൾ മുസ്ലിമാത്തുൻ അലിഫും തുറന്ന താവും ചേർക്കും. മുസ്ലിമാത്തുൻ, മുഅ്മിനാത്തുൻ, സ്വാലിഹാത്തുൻ, കാഫിറാത്ത്, മുശ്രിക്കാത്ത്, മുനാഫിക്കാത്ത് എന്നിങ്ങനെ അത് വരും. ഏകവചനത്തിലേക്ക് അലിഫും തുറന്ന താവും ഇട്ടാൽ അത് ബഹുവചനായിട്ട് മാറും. ഇവിടെ ദീനുഹു അവന്റെ മതം, അത് ദീനഹും അവരുടെ മതം, ദീനുക്ക നിന്റെ മതം, ദീനുക്കും നിങ്ങളുടെ മതം, ദീനി എന്റെ മതം, ദീനിന ഞങ്ങളുടെ മതം, ദീനുഹ അവളുടെ മതം. അതേപോലെ കിതാബിനെ കുറിച്ചിട്ടും അതിലേക്ക് ലമീർ വെച്ചാല് കിതാബുഹു, കിതാബുഹും അവരുടെ കിതാബ്, കിതാബുക്ക നിന്റെ ബുക്ക്, കിതാബുക്കും നിങ്ങളുടെ ബുക്ക്, കിതാബി എന്റെ കിതാബ്, കിതാബുന ഞങ്ങളുടെ കിതാബ്, കിതാബുഹ അവളുടെ കിതാബ്. അതേപോലെ ബൈത്ത്, മദ്രസത്ത്, കലമ് ഇതെല്ലാം ഇതിലേക്ക് ലമീർ വെച്ചാൽ നമുക്ക് ഇതുപോലെ
കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതുപോലെ ഹുവ അവൻ, ഹും അവർ, അന്ത നീ, അന്തും നിങ്ങൾ, അന ഞാൻ, നഹ്നു ഞങ്ങൾ. അതായത് ഹുവ അവൻ, ഹും അവർ. ഹുവ എന്ന് പറയുമ്പോ നമ്മ ഒരു വിരല് അങ്ങോട്ടേക്ക് നീട്ടണം. ഹും എന്ന് പറയുമ്പോൾ 4 വിരല് സൂചിപ്പിക്കണം. അന്ത നീ ഫ്രണ്ടിലോട്ട് ഒരു വിരല് സൂചിപ്പിച്ചുകൊണ്ട് പറയാം. അതേപോലെ അന്തും നിങ്ങൾ, അന എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വിരല് നെഞ്ചത്തേക്ക് സൂചിപ്പിച്ചിട്ട് കാണിക്കാം. അതേപോലെ നെഹ്നു ഞങ്ങൾ. ഓക്കെ, ജസാക്കില്ലാഹു ഖൈറൻ അൻഷില. അൻഷിലയുടെ പ്രോബ്ലം മനസ്സിലായി. എല്ലാവരും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. അൻഷില സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോയിന്റ്മെന്റ് ചെയ്യപ്പെട്ട അധ്യാപികയാണ് അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ സ്കൂളിന് വേണ്ടി എന്ത് ചെയ്യാണ്, ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന ആളാണ് അൻഷിലായും. അതേപോലെ വേറെ ടീച്ചറും കൂടെ ഉണ്ട്. അപ്പൊ സ്കൂളിൽ കുട്ടികൾ വന്നിരിക്കുന്ന 4ാം ക്ലാസ് കുട്ടികളും, അത് 4ാം ക്ലാസ്സിലല്ലേ അവിടെ പഠിപ്പിക്കുന്നത്? അല്ല, ഞാൻ 1 to 3 വരെയാണ്. 1 മുതൽ 3 വരെയാണ് അൻഷില അവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ഖദീജത്തുൽ കുബ്രയാണ് 4ാം ക്ലാസ് പഠിപ്പിക്കുന്നത് അല്ലേ? അതെ, 4ഉം 5ഉം ഉണ്ട്. 4ഉം 5ലും ഖദീജത്തുൽ കുബ്ര പഠിക്കും. അപ്പം അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് അൻഷിലായും ക്ലാസ് എടുക്കേണ്ടി വരും 4ല് അല്ലേ? അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പുറത്തിരിക്കുന്ന എല്ലാം വലിയ വലിയ ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ടാണ് അൻഷിലാക്ക് എന്താ സംസാരിക്കാൻ ഒരു വിഷമം അല്ലേ? അതിനാണോ ഞാന് ഫസ്റ്റ് ആ സൂറത്ത് മാത്രം എടുക്കാൻ വേണ്ടിട്ട് പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞില്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ് എല്ലാം ഫുള്ളാണ് എടുത്തത്. കഴിഞ്ഞ ക്ലാസ് എല്ലാം എല്ലാവരും ഫുള്ളാണ് എടുത്തത്. പിന്നെ ഇൻട്രൊഡക്ഷൻ ഞാൻ കുറച്ച് പറഞ്ഞു, പിന്നെ 3 പേര് എടുക്കാനിരിക്കുന്നു എന്നതുകൊണ്ട് ഫസ്റ്റ് പിന്നെ നമ്മൾ പകുതി എടുപ്പിച്ചെന്നേ ഉള്ളൂ. എനിവേ, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു കുഴപ്പമില്ല, അതൊക്കെ നമുക്കറിയാം. അതൊന്നും വലിയ ഡോണ്ട് വറി, അതൊരു എന്താ വിഷയമാക്കണ്ട. അപ്പോ എന്താണ് ഒരു സെക്കൻഡ്. അപ്പൊ എന്തായിരുന്നാലും ഇത് ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് സംഗതിയൊന്നുമില്ല. അൻഷില ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാല്, അൻഷില അല്ല ഖദീജത്തുൽ കുബ്ര ആയിരുന്നാലും ആരായിരുന്നാലും ക്ലാസ് സ്കൂളിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികളുടെ ക്ലാസ് എടുക്കുമ്പോൾ, നേരത്തെ നമ്മൾ പറഞ്ഞു കുട്ടികളുമായി എങ്ങനെ നമ്മൾ എല്ലാം പഴകണം എന്നൊക്കെ പറഞ്ഞു. കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതൊരു പ്രത്യേക പുതിയ രീതിയാണ്. നമ്മൾ സ്കൂളിൽ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, വേറെ പോയാലും കിട്ടില്ല. അങ്ങനെ ഒരു അപ്രോച്ച് നമുക്ക് കുട്ടികളിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഇത് പഠിച്ചാൽ ഖുർആൻ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഹിഫ്ദ് പഠിക്കുകയാണല്ലോ, അല്ലെങ്കിൽ ഖുർആൻ നമ്മൾ മനഃപ്പാടമാക്കും. അപ്പൊ നമ്മൾ അറിയാതെ മനഃപ്പാടമാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ബുക്ക് വായിക്കുന്ന പോലെ ഖുർആൻ വായിക്കാൻ പറ്റും. ഖുർആൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇംഗ്ലീഷ് നിങ്ങൾ പുസ്തകം വായിക്കും, അതേപോലെ ചിത്രകഥകളൊക്കെ വായിക്കും, നിങ്ങൾ പിന്നെ കാർട്ടൂണുകൾ കാണും, അതൊക്കെ TV കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ TV-യിൽ ഒരാൾ ഖുർആൻ വായിച്ചാൽ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു 6-7 ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ, ഇവിടെ നിന്ന് 7 ക്ലാസ് കഴിഞ്ഞ് പോയാൽ, അല്ലെങ്കിൽ 10ാം ക്ലാസ് പഠിച്ച് ഈ സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് പഠിച്ച് പോകുമ്പോൾ നിങ്ങൾ എന്തായിരുന്നാലും ഖുർആൻ വായിച്ചാൽ മനസ്സിലാവും. ആ ഒരു തരത്തിലേക്ക് നിങ്ങളെ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ ഒരു വർഷത്തിൽ ഇതിന്റെ പകുതി പഠിപ്പിച്ചു. ഇപ്പൊ 4ാം ക്ലാസ്സിൽ മുതൽ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കുറേശ്ശെ പഠിപ്പിച്ചാൽ തന്നെ 10ാം ക്ലാസ് എത്തുമ്പോൾ 4 മുതൽ 6 വർഷം പഠിപ്പിക്കുമ്പോഴേക്കും എന്തായി, 10ാം ക്ലാസ് കഴിയുമ്പോൾ കുട്ടികൾ ഖുർആൻ വായിച്ചാൽ മനസ്സിലാകുന്ന അവസ്ഥയിലേക്ക് വരും. ഇപ്പൊ കുട്ടികളെ പിന്നെ എന്താ പറയുക, ഇംഗ്ലീഷ് പുസ്തകം വായിച്ചാൽ മനസ്സിലാകുന്നത് പോലെ, അല്ലെങ്കിൽ പത്രം വായിച്ചാൽ മനസ്സിലാകുന്ന പോലെ, ഇംഗ്ലീഷിൽ ഒരു നോവൽ വായിച്ചാൽ മനസ്സിലാകുന്ന പോലെ
ഉത്സാഹപ്പെടുത്തിയാൽ വായിച്ചാൽ മനസ്സിലാകാൻ പറ്റും. ആ ഒരു തരത്തിൽ നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യണം, കുട്ടികളെ കയ്യിലെടുത്തുകൊണ്ട് പോകാൻ പറ്റണം. അതേപോലെ നമ്മൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ ക്ലാസ് തീരുമ്പോൾ ഈ നമ്മൾ സുബാനക്കല്ലാമൊക്കെ പിന്നെ ഇത് നമ്മൾ ഓക്കെ ഇതുപോലെ ഇത് അറിയാമോ, അറിഞ്ഞൂടെ എന്ത് ചെയ്യാം, കുറച്ച് നമുക്ക് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ഒന്ന്. ഇനി രണ്ടാമത് ഇപ്പൊ ഹുവ, ഹോം, അൻത, അൻതും, ആന, നഹ്നു ഇതൊക്കെ എന്ത് ചെയ്യാം, കുട്ടികളെ കൊണ്ട് കൂടെ നമുക്ക് പഠിപ്പിച്ചു പോകാം. ഹുവ മുസ്ലിമുൻ, ഹും മുസ്ലിമൂന, അൻത മുസ്ലിമുൻ, അൻതും മുസ്ലിമൂന. അപ്പൊ അവരെ കൊണ്ട് തന്നെ കൈ കാണിക്കുക, അതേപോലെ പറയിപ്പിക്കുക. ഇതെല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ചുകൂടെ എന്താകാൻ പറ്റും, ഇൻവോൾവ് ആക്കാൻ പറ്റും. അതേപോലെ തന്നെ അവരെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സിൽ അവരെ കൂടി സഹകരിപ്പിക്കാൻ പറ്റും, ഒരുമിച്ച് പറയിപ്പിക്കുക. അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്ലാസ്സിൽ ചെയ്യേണ്ടത്. അല്ലാതെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു, കുട്ടികൾ നോക്കിയിരിക്കുക, അധ്യാപകൻ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ല വേണ്ടത്. ഓക്കെ, അപ്പോ അലിമുത്തു റെഡിയായോ? അലിമുത്തു ആ ഷെയർ ചെയ്യാമല്ലോ. ഷെയർ ചെയ്യാം. ഓക്കെ, എന്നാ ഷെയർ ചെയ്തോളൂ. അലിമുത്ത് എന്നുള്ള സെക്കൻഡ് അക്കൗണ്ട് ഇതാക്കി തരണം ഉസ്താദ്. സെക്കൻഡ് അക്കൗണ്ട് അലിമുത്ത് കോഹോസ്റ്റ് ആണല്ലോ, ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് തന്നെ മതി. ഓക്കെ, ഷെയർ ആയല്ലോ. മെസ്സേജ്. ഓ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ സഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വലിസാനി യഫ്ഖഹു ഖൗലി. സൂറത്ത് ഫാത്തിഹയുടെ 3-ാമത്തെ യൂണിറ്റ് ആണ് പറയുന്നത്. ഫാത്തിഹ ഒന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. നയിക്കണമേ. ഞങ്ങളെ നയിക്കണമേ. അസ്സിറാത്ത മാർഗ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നേരായ മാർഗത്തിൽ ഞങ്ങൾ നീ നയിക്കണമേ. ഇഹ്ദി നീ നയിക്കണമേ. ഞാൻ സിറാത്ത മാർഗം. മുസ്തഖീം നേരായ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നേരായ മാർഗത്തിൽ ഞങ്ങൾ നീ നയിക്കണമേ.
മുസ്തഖീം സന്ദേശം നിർദ്ദേശങ്ങൾ കുഴിയിൽ ചാടിക്കുന്ന ആദ്യം ഭൗതികവും സാംസ്കാരികം ദേശീയം ആന്തരികവും എന്നതിൽ സ്ക്രീൻ മൂവ്. ഓക്കെ, സംസാരിച്ചോ. മ്യൂട്ടായി പോയി. സൗണ്ട് മ്യൂട്ടായി പോയി. സൗണ്ട് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല, ഇതിനകത്ത് കേൾക്കുന്നില്ല. എന്തായി അലിമുത്തു? കേൾക്കുന്നു. വല്ലതും പറയുന്നുണ്ടോ? പറയുന്നുണ്ട്, ഇതിന്റെ ഇത് പോയി. പക്ഷെ നിങ്ങളുടെ മൈക്ക് ഒരു സംഭാഷണം തന്നെ വരും. നിങ്ങളുടെ മൈക്ക് നിശ്ചലമാണത്തെയാണ് കാണിക്കുന്നത്. മൈക്ക് ഓണാണ്, പക്ഷെ മൈക്കിൽ സൗണ്ട് എത്തുന്നില്ല. ഇപ്പൊ മൈക്കിൽ സൗണ്ട് എത്തുന്നുണ്ട്. സിറാത്ത മാർഗം അല്ലദീന ആരെല്ലാമാണോ അവർ അന്യന്ത നീ അനുഗ്രഹം ചെയ്തു അലീനും അവരുടെ മേൽ. സിറാത്ത അല്ലദീന അന്യന്ത അലീനും നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിൽ. അന്യന്ത നീ അനുഗ്രഹം ചെയ്തു. കേൾക്കുന്നില്ല, ശരി കേൾക്കും. കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. അന്യന്ത നീ അനുഗ്രഹം ചെയ്തു. അല്ലദീന എന്ന പദം 1080 പ്രാവശ്യം ഖുർആൻ വന്നിട്ടുണ്ട്, 7 പേജ്. അല മേൽ, അപ്പോൾ എന്ന് ഇംഗ്ലീഷ്. അല്ലദീന ആരെല്ലാമാണോ അവർ, ഇംഗ്ലീഷ് ദോസ് ഹു എന്ന് വരും. റബ്ബുഹു അവന്റെ രക്ഷിതാവ്, റബ്ബുഹും അവരുടെ രക്ഷിതാവ്, റബ്ബുക്ക നിന്റെ രക്ഷിതാവ്, റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ്, റബ്ബി എന്റെ രക്ഷിതാവ്, റബ്ബുന ഞങ്ങളുടെ രക്ഷിതാവ്. ഖുർആനിലെ ഇപ്പോൾ നമ്മൾ 20% പഠിച്ചു കഴിഞ്ഞു. 20 പേജ് പഠിച്ചു. 15% നാം പഠിച്ചവ പഠന പുരോഗതി. മൊത്തം 77,500. നമ്മുടെ ലക്ഷ്യം 62,000. നാം പഠിച്ചവ 12,202 പേര്. 202. എത്ര മതിയോ? അപ്പൊ കുട്ടികളടുത്ത് പറയാം എത്ര മതിയെന്ന് പറയാ. അല്ല, ഞാൻ ഈ ക്ലാസ്സിൽ ആദ്യം എടുക്കുന്നതായോണ്ട്. ഓക്കെ. നിങ്ങൾ എന്താ വർക്ക് ചെയ്യുന്നത്? ഞാനൊന്നും വർക്ക് ചെയ്യുന്നില്ല ഉസ്താദെ. ഉസ്താദിന്റെ ക്ലാസ് പഠിക്കുന്നേ ഉള്ളൂ. അല്ല, എന്തോ നേരത്തെ പഠിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ. പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല ഉസ്താദ്. എന്തായിരുന്നു പഠിച്ചത്? പഠിച്ചത് മദ്രസയിലും പ്രീ ഡിഗ്രിക്ക് മദ്രസയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ലാംഗ്വേജ് അറബി എടുത്തത്. നിങ്ങളെ പ്രോപ്പർ സ്ഥലം എവിടെയാണ്?
പ്രോപ്പർ അടൂരാണ്, ഇപ്പൊ താമസിക്കുന്നത് കോട്ടയമാണ്. ഉം. കോട്ടയത്തൊക്കെ ഖുർആൻ പഠിപ്പിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. കോട്ടയത്ത് എവിടെയാ? ആ അവിടെ മെഡിക്കൽ കോളേജിലാണ് മൂത്ത മോൾക്ക് ജോലി, ഫാർമസിസ്റ്റാ. അപ്പൊ അവിടെ കോട്ടയത്ത് ക്വാർട്ടേഴ്സിലാണ്. കോട്ടയം അവരുടെ മെഡിക്കൽ കോളേജ് ക്വാർട്ടേഴ്സിലാണ്. ഓക്കെ ഓക്കെ. അവരുടെ ക്വാർട്ടേഴ്സിലാണ്. ഓക്കെ. അവിടെ അപ്പൊ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് മാത്രമായിരുന്ന ആ പഠിപ്പിക്കണ എങ്ങനെയാണെന്നും ഇവിടെ പഠിപ്പിക്കാൻ അടൂരായിരുന്നേ. അതെ പഠിക്കാൻ താല്പര്യം കുറച്ച് ആളെ കിട്ടുമോ? അത് അദ്ദേഹം അവിടെ പള്ളിയിൽ പോകുന്നുണ്ട്, അവിടെ പെണ്ണുങ്ങളൊക്കെ നമസ്കരിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയണം, ഞാൻ ഒരു ക്ലാസ് ഒന്ന് കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചു. എന്തായാലും ഓക്കെ, പഠിപ്പിക്കാനൊക്കെ പറ്റും, കുഴപ്പമില്ല. 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 ഇപ്പുറത്തിരിക്കുന്നത് ദാടി വെച്ച ആൾക്കാരൊക്കെ ആണെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് എന്തായാലും പറയാൻ പറ്റാത്തത്. പിന്നെ നമ്മൾ ഇന്ന് സുഹൃത്ത് നാസാൻ എടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ? അല്ല, ഉസ്താദിനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞല്ലോ 3ാമത്തെ ക്ലാസ് എടുക്കാൻ. അങ്ങനെ പറഞ്ഞോ? 3ാമത്തെ യൂണിറ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞത്. 3ാമത് 2 പേര് പേര് തന്നിട്ടുണ്ട്, 3ാമത്തെ ആളായിട്ട് എടുത്തോന്നാണ്. അങ്ങനെയല്ലേ പറഞ്ഞത്? ഞാൻ ഇന്ന് നേരത്തെ നോക്കി, നിങ്ങൾ എന്ത് മെസ്സേജ് ആണ് ചാറ്റ് ചെയ്തെന്ന് നോക്കിയപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് കണ്ടില്ല. 3ാമത്തെ യൂണിറ്റ് എടുക്കാനാണ്. അതായത് ഞാൻ ചോദിക്കാൻ ഏത് ക്ലാസ്സാ എടുക്കണ്ടേ, അപ്പൊ എനിക്ക് ഇങ്ങനെയാണ് മനസ്സിലായി, പെട്ടെന്ന് മനസ്സിലായില്ല. അല്ല, അതിൽ കുഴപ്പമില്ല. അത് ഓക്കെ, മനസ്സിലാക്കിയതിൽ കുഴപ്പമില്ല. അൽഹംദുലില്ലാ പറയാനൊക്കെ പറ്റും. പക്ഷേ നിങ്ങൾ പറയുമ്പോഴേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഷെയറിംഗ് ഓഫ് ചെയ്യും. ഓക്കെ. ഓക്കെ. അപ്പോഴ് ഉദാഹരണമായിട്ട് പറഞ്ഞാല് ഇതിപ്പോ ഞാൻ ഓൺ ചെയ്തിരിക്കുന്നത് പഴയ നിങ്ങൾ എടുത്ത ക്ലാസ് അല്ല. നിങ്ങൾ എടുത്ത ക്ലാസ് ആണ് വരുന്നതെങ്കിൽ ഓക്കെ. നിങ്ങൾ എടുത്ത ക്ലാസ്സാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾ ഇതല്ലേ കിട്ടിയത്? അല്ല, ചിലത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടി ചിലപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ പേജ് ഗ്രാഫ് കാണുമല്ലോ, നിങ്ങളടുത്ത് ഗ്രാഫ് വന്നില്ലേ? ഓക്കെ. നിങ്ങൾ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കാണണം. വീഡിയോ അതിന്റെ ലിങ്ക് ഞാൻ മുമ്പ് അയച്ചു തന്നെന്ന് തോന്നല്ലോ. നെറ്റിലുള്ള ലിങ്ക് ഉണ്ട്. ആ നെറ്റിലുള്ള വീഡിയോ കണ്ടിട്ട് വേണം അതേപോലെയാണ് പഠിപ്പിക്കേണ്ടത്. അപ്പൊ അതിലെന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ആദ്യം മുന്നിൽ ക്ലാസ് ആൾക്കാരെ വെച്ചിട്ടല്ല പഠിപ്പിക്കുന്നത്. സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് ആണ്. 20 മിനിറ്റ് കൊണ്ട് ഒരു പാഠം 1 മണിക്കൂർ കൊണ്ട് എടുക്കുന്നത് 20 മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ച് തീർക്കുക. സ്റ്റിൽ അതിലും കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ പഠിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വായിക്കുന്ന പോലെ അല്ല പറയുന്നത്. ഉദാഹരണമായിട്ട് എഴുതി നീ നയിക്കണമേ ഞങ്ങളെ. അപ്പൊ ഇത് പറയാം. ഇപ്പൊ നമ്മള് ഇതിപ്പോ നമ്മൾ പറയാമെന്ന് വിചാരിച്ചു. ഇതില് ഖുർആനിലെ ഇതിന്റെ സൂറത്തുൽ ഫാത്തിഹയുടെ സന്ദേശം ഇതാണ് എന്ന് പറയുകയാണെങ്കിൽ നോക്കൂ, ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയിലെ സന്ദേശമാണ്. ഇതിന്റെ സമ്മറിയാണ്, ഇതിന്റെ ആകത്തുക. ഇത് നമുക്ക് ഇതിലിങ്ങനെ വായിക്കാം. എന്താണ്? ഒന്നാമത്, ഇത് നേർമാർഗം ആണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നേർമാർഗത്തിന്റെ സവിശേഷതകൾ എന്താണ് എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് വായിക്കുന്നത് പോലെ അല്ല നമ്മൾ എന്ത് എടുക്കേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം അവരുടെ കയ്യിൽ പുസ്തകമുണ്ട്. ഇപ്പൊ നമ്മള് അൻഷില, അതേപോലെ ഖദീജത്തുൽ കുബ്ര ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും അത് പോയില്ലല്ലോ? ഉണ്ടോ? അൻഷില, കുബ്രയൊക്കെ ഉണ്ടോ? അപ്പൊ എന്ത് ചെയ്യാം, നമ്മള് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതല്ല വായിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഏതൊരു ക്ലാസ് പറഞ്ഞല്ലോ, നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്നല്ല പറയുന്നത്. ഞാൻ മൊത്തത്തിൽ ഒരു കാര്യം പറയും. കുട്ടികളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയും ക്ലോസ് യുവർ ബുക്സ്. ഓക്കെ,
എവരിബഡി ക്ലോസ് യുവർ ബുക്സ്. ഇപ്പോഴ് നോക്കണ്ട, ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടാണ് പവർ പോയിന്റ് പ്രസന്റേഷൻ പ്രസന്റ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ബോർഡിൽ എഴുതിയിട്ടാണ് പഠിപ്പിക്കുന്നതെങ്കിലും എപ്പോഴും ഒന്നുകിൽ അധ്യാപകനെ നോക്കണം, അല്ലെങ്കിൽ ബോർഡിൽ നോക്കണം. കുട്ടികൾ മുന്നിലിരിക്കുന്ന പുസ്തകത്തിലല്ല നോക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും വിഷയങ്ങൾ വേറെ ഏതെങ്കിലും പഠിപ്പിക്കുന്നുണ്ടാവും, അതും ഞാനുമായിട്ട് ബന്ധമില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒന്നുകിൽ കുട്ടികൾ ബോർഡിൽ നോക്കണം, അല്ലെങ്കിൽ നമ്മളെ നോക്കണം. അപ്പൊ നമ്മൾ ബോർഡിൽ നോക്കുമ്പോഴാണെങ്കിൽ പോലും ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത് പോലെ വായിച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിപ്പിക്കേണ്ടത്. മറിച്ച് എന്താണ്, ബോർഡിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം, ഈനസ്രാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് സന്ദേശം എന്നവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളെന്താ കുട്ടികളടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ ഈ സൂറത്തിലെ ഇതിന്റെ സന്ദേശം പറയാൻ പോവാണ്, ഇതാണ് ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത പോയിന്റ് എന്താ, നേർമാർഗത്തിന്റെ സവിശേഷതകൾ. ഇത് കുട്ടികൾ വായിക്കാൻ പറയുന്ന പോലെ അല്ല വായിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞു, എന്നെ നീ നേർമാർഗത്തിലേക്ക് നയിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് നേർമാർഗത്തിന്റെ സവിശേഷതകൾ എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ പറയാണ്, ഇത് നേർമാർഗത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് അവസാനം കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുന്നതാകരുത്. അപ്പൊ ഇത് ഇങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ആദ്യം പഠിച്ചിട്ട് വരണം. ഈ ടി വിയിൽ വാർത്ത വായിക്കുന്നവര് ഇവിടെ വന്ന് നിന്ന് വായിക്കാൻ തുടങ്ങുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? വെല്ലുവിളി. അവരിങ്ങനെ നിന്നിട്ട് വന്ന് വായിക്കാൻ തുടങ്ങുമ്പോൾ ഡിസ്പ്ലേ അർജന്റായിട്ട് വരുന്ന വാർത്തകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ അവർ ആ വാർത്തയെല്ലാം പഠിച്ചിട്ടാണ് വരുന്നത്. ഉദാഹരണം പറഞ്ഞ ഇപ്പം മീഡിയ വണ്ണിൽ ഇന്നലെയൊക്കെ നടന്ന വാർത്ത, അല്ലെങ്കിൽ ഈ ഇലക്ഷനിലെ ഒരാഴ്ച കൊണ്ട് രാവിലത്തെ വാർത്ത വായിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, അവര് മുന്നിൽ സ്ക്രീനൊന്നും കാണാൻ പറ്റില്ല. അവർക്ക് സ്ക്രീൻ നോക്കി അവർക്ക് വായിക്കാൻ പറ്റില്ല. എന്താ ചെയ്യുന്നവര്, അവര് മൊബൈലുണ്ട്, ആ മൊബൈലിൽ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, ചില കാര്യങ്ങൾ നമ്മൾ വാച്ച് ചെയ്യണം. ഒരു അധ്യാപകനായിരിക്കുമ്പോൾ എന്ത് ചെയ്യണം, അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്താ ചെയ്യേണ്ടത്, വാച്ച് മോർ, ലിസൺ മോർ. ഒരുപാട് കാര്യം വാച്ച് ചെയ്യണം. നമ്മൾ മറ്റുള്ളവർ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോ സ്വാഭാവികമായിട്ടും അവർ സ്റ്റുഡിയോയുടെ അകത്തു നിന്നാണ് വാർത്ത വായിക്കുന്നതെങ്കിൽ ഫ്രണ്ടിൽ ഒരു സ്ക്രീൻ ഉണ്ടാവും. ആ സ്ക്രീനിൽ നോക്കിയിട്ടാണ് വായിക്കുന്നത്. അറിയാൻ പറ്റും, ചില ആൾക്കാർ ഇങ്ങനെ മരുന്ന് നിൽക്കുന്ന ആളാം, ചില ആൾക്കാർ കുഞ്ഞിരിക്കുന്ന ആളാം. അപ്പൊ സ്ക്രീൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നത് കൊണ്ടാണ് അവരുടെ തല മുകളിലോട്ടും താഴോട്ടൊക്കെ പോകുന്നത്. ചില ആൾക്കാർ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺ ഒക്കെയാണ് വായിക്കുമ്പോൾ അവർ സ്ക്രീൻ തല ഇങ്ങോട്ടും നീങ്ങുന്നതാണ്. കാരണം എന്താ, സ്ക്രീനിന്റെ അങ്ങറ്റം പോകാൻ അവർക്ക് അങ്ങോട്ട് നീങ്ങണം, ഇങ്ങറ്റം പോകാൻ ഇങ്ങോട്ട് നീങ്ങണം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് നോക്കിയിട്ടാണ് വായിക്കുന്നത് അവർ. അപ്പൊ അവർ സ്ക്രീനിൽ നോക്കിയിട്ടാണ് വായിക്കുന്നതെങ്കിൽ പോലും അവർ നേരത്തെ പഠിച്ചിട്ടാണ് വന്നിട്ട് വായിക്കുന്നത്. ഇനി ഇപ്പോൾ ഈയിടെ നടന്നുകൊണ്ടിരിക്കുന്ന രാവിലത്തെ വാർത്ത അവർ പറയാണ്, പിന്നെ അവരെന്താണ്, ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് നാടിനുകാരെ നടക്കുകയാണ്, സഞ്ചരിക്കുകയാണ്. അപ്പൊ ഓരോ ലൊക്കേഷൻ സ്ഥലത്ത് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വാർത്ത വായിക്കുന്നത്. അപ്പൊ അവരുടെ ഫ്രണ്ടിൽ എന്തായാലും സ്ക്രീൻ ഇല്ല. മറിച്ച് എന്താണ്, അവർ നമ്മൾ നോക്കണം, ഇവർ എവിടെ നിന്നാണ്, എങ്ങനെയാണ് വായിക്കുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ മൊബൈലുണ്ട്. ആ മൊബൈലിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, പോയിന്റുകൾ നോക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്താ ചെയ്യുന്നവര്, വാർത്ത പഠിച്ചിട്ടാണ് അവർ വരുന്നത്. എന്ന് ചിലപ്പോൾ ഹെഡ്ലൈൻ വായിക്കുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഡയറിയിലോ അല്ലെങ്കിൽ മൊബൈലിൽ തന്നെയുള്ള സ്ക്രീനിലൊക്കെ ഫുള്ളായിട്ട് നോക്കി വായിക്കുന്നുണ്ടാകാം. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ക്ലാസ് എടുക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യണം, ഇത് പഠിച്ചിട്ടാണ് നമ്മൾ ചെയ്യണം. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്താണ്, ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ക്ലാസ് എടുക്കുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമേ ഈ പോയിന്റ് ഉള്ളൂ. അത് കേൾക്കുന്നവർക്ക് ഇതൊന്ന് വായിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഓക്കെ, നേർമാർഗത്തിന് സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും, അവസാനം കുഴി കൊണ്ട് ചാടിക്കുന്നതാകരുത്. ആ നേർമാർഗം നമുക്ക് ആത്മീയവും ഭൗതികമായ ഗൈഡൻസ് തരുന്നതാകണം. അത് നമുക്ക് ചിന്താപരവും കർമ്മവുമായ ഗൈഡൻസ് തരുന്നതാകണം. ചിന്താപരവും കർമ്മപരവും എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന കാര്യവും അതേപോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും. അതേപോലെ വ്യക്തിപരമായ കാര്യം ഉണ്ടാകണം, കുടുംബപരമായ കാര്യം ഉണ്ടാകണം, സാമൂഹികമായ കാര്യം ഉണ്ടാകണം, സാംസ്കാരികമായ കാര്യം ഉണ്ടാകണം, ധാർമ്മികമായ കാര്യം ഉണ്ടാകണം, ദേശീയമായ കാര്യം ഉണ്ടാകണം, അന്തർദേശീയമായ കാര്യങ്ങൾ ഉണ്ടാകണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരേ സ്ഥലത്തുനിന്ന് വരുന്നതായിരിക്കണം ഈ നേർമാർഗം എന്ന് പറയുന്നത്. അതാണ് നേർമാർഗം എന്ന് പറയുന്നത്. അത് കുറച്ച് ഭാഗം ഒരു ഭാഗത്തു നിന്നും കുറച്ച് ഭാഗം വേറൊരു ഭാഗത്തു നിന്നും എടുക്കുന്നതായത്, അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന പോയിന്റിനെ
വായിക്കുകയല്ലാതെ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, റഷീദ് സാർ റെഡിയാണോ? റഷീദ് സാറ് ലേറ്റ് ആയതുകൊണ്ട് പോയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇതില് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സംശയങ്ങൾ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാം റഹ്മത്തുള്ളാഹ് പറയും. അടുത്ത ആഴ്ച ഞാൻ ക്ലാസ് എടുത്തോട്ടെ? മാഷാ അല്ലാ മാഷാ അല്ലാ. സ്ക്രീനും സൗണ്ടൊക്കെ റെഡി ആയോ? റെഡിയായി. അടുത്ത ആഴ്ച നമ്പർ വൺ ഷൈമ അല്ലേ? ആദ്യം ഒരു 5 മിനിറ്റ് സ്ക്രീൻ ചെയ്യാനൊന്നും ഇരിക്കണേ. എങ്ങനെ? ആദ്യം ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് നോക്കാൻ അവസരം തരണേ. ഓക്കെ, അപ്പം എന്താണ് ലെറ്ററിക്ക് മുമ്പ് വരണം. സൗണ്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടി. ഇതില് സൗണ്ട് കിട്ടുന്നുണ്ടല്ലോ. ഇതില് കിട്ടുന്നുണ്ട്. ആ, ഇതില് അപ്പം കിട്ടുന്നുണ്ട്. എനിക്ക് സ്ക്രീൻ ഷെയർ ഈ ഫോണിൽ തന്നെ ഷെയർ ചെയ്താൽ മതി. സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് സ്ക്രീൻ ഷെയർ ചെയ്ത ലാപ്ടോപ്പ് ഷെയർ ചെയ്യണ്ട, നിങ്ങൾ ഇതിൽ തന്നെ എടുത്താൽ മതി. ഞാൻ ലാപ്ടോപ്പിലാണ് എടുക്കുന്നത്. ലാപ്ടോപ്പിൽ എന്ത് ചെയ്യണം? ബ്ലൂടൂത്തോ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ട്, ലാപ്ടോപ്പ് ഉണ്ടാവും. ലാപ്ടോപ്പിൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഫോണിന് കൂടെ പഠിപ്പിക്കാം. അത് പറ്റില്ല. പറ്റൂല. അതായത് നമുക്ക് ഒരു ഡിവൈസ് ഉപയോഗിക്കാൻ പറ്റും. ലാപ്ടോപ്പിലെ വോയിസും മ്യൂട്ട് ആക്കും. മൊബൈലിൽ അത് പഠിപ്പിക്കാൻ എടുക്കും. അല്ല, നമ്മൾ ട്രെയിനിങ് പീരീഡിൽ അത് എന്തായാലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അത് അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകും, ചിലപ്പോൾ മക്കളോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. അത് അവര് അതിൽ എക്സ്പെർട്ട് ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ലാപ്ടോപ്പിൽ ഹെഡ്സെറ്റ് കുത്തിക്കൂടാ? അത് ലാപ്ടോപ്പിലെ സ്പീക്കർ വർക്ക് ആവൂല. അതാണ് പ്രശ്നം. ലാപ്ടോപ്പില് സ്പീക്കറിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. അല്ല, ലാപ്ടോപ്പില് ഇത് ഹെഡ്സെറ്റ് കുത്താൻ പറ്റൂലേ? കൊടുക്കാൻ പറ്റും, പക്ഷെ പറയുന്നത് കേൾക്കാൻ തിരിച്ചങ്ങോട്ട് സൗണ്ട് വരില്ല. അങ്ങനെ എന്തോ ഒരു വിഷയം അതിനകത്തുണ്ട്. ഇയർഫോൺ ഹെഡ്സെറ്റ് ഉണ്ടോ? ഇയർഫോൺ കുട്ടികളാരും ഉപയോഗിക്കുന്നവരാരുണ്ട്? കുട്ടികൾ ആരെങ്കിലും ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നവരുണ്ടോ? മൊബൈലിൽ തന്നെ ഇയർഫോൺ ഉപയോഗിക്കുന്നവരുണ്ടോ? ഉണ്ട്. അപ്പൊ ഇയർഫോൺ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ആ ഇയർഫോൺ എടുത്തിട്ട് ലാപ്ടോപ്പ് കുത്തി നോക്കുക. ഇയർഫോൺ ലാപ്ടോപ്പ് കുത്തി നോക്കിയിട്ട് അതിൽ നിന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആദ്യം ഉറപ്പുവരുത്തണം. അതല്ലെങ്കിൽ ഫോണിൽ നിന്ന് തന്നെ ഷെയർ ചെയ്താൽ മതി. ഇപ്പൊ അൻഷില എടുത്തതും ഫോണിൽ നിന്നല്ലേ അൻഷില എടുത്തത്? വേറെ ആരും എടുത്ത്? ഇവരെടുത്ത് എല്ലാരും ഫോണിൽ തന്നെ, എല്ലാം ഫോണിലാണ് എടുത്തിരിക്കുന്നത്. ഫോണിലെടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വേറെ ആരെങ്കിലും? എനിബഡി എനി കമന്റ്? ഞാൻ ഖദീജത്തുൽ കുബ്ര. അപ്പൊ അടുത്ത ക്ലാസ് ആണ് യൂണിറ്റ് നമ്പർ 5 ആണ്. സൂറത്തുൽ ഫലഖ്. സൂറത്തുൽ ഫലഖ് സൂറത്തുൽ ഫലഖും അതിന്റെ കൂടെ വരുന്ന ലീനും ആൻഡ് മായുമാണ്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലോ, അത് നോക്കുക. അതേപോലെ അതിന് മാച്ചിങ് ആയിട്ടുള്ള പ്രസന്റേഷൻ ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പോ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ടീച്ചർമാരോട് നമ്മൾ പറഞ്ഞു, ഇനി ഒരു ക്ലാസ് ഞാൻ സ്ക്രീനിന്റെ ബാക്കിൽ ബോർഡ് ഫിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എങ്ങനെയാണ് എഴുതി പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, എഴുതി പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, ഇപ്പൊ കുറച്ചുകൂടെ ഖദീജത്തുൽ കുബ്ര ക്ലാസ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഞങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, 5 വയസ്സുള്ള അല്ലെങ്കിൽ 10 വയസ്സുള്ള കുട്ടിയാണ് 4ാം ക്ലാസ് പഠിക്കുന്നതാകുമ്പോഴത്തേക്ക് 5, 4, 9 വയസ്സുള്ള കുട്ടികളാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യണം? അബ്ദുറഹ്മാൻ, ഫാത്തിമ, അതൊന്ന് പറയൂ
എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ പറയും, നിങ്ങൾ ലിസ്റ്റ് നോക്കിയിട്ട് ഒരു ഫാത്തിമ എടുത്തോ ഒരു അൻഷില എടുത്തോ അല്ലെങ്കിൽ ആരുടെടുത്തെങ്കിലും ചോദിച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യണം? പറയണം, കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവണം. നമ്മൾ നേരത്തെ എല്ലാവരും എടുത്തത് പോലെ തന്നെ ഈ അവസാനം വരെയുള്ള ക്ലാസ് എടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അതായത് ആദ്യം എടുത്ത മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇനിയുള്ള ടീച്ചേഴ്സ് എടുക്കേണ്ടത്. അപ്പോൾ നേരത്തെ പലരും പേര് തരാതിരുന്നവരൊക്കെ ഇനി അവർക്ക് റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. നേരത്തെ എടുത്ത അതായത് ഓക്കെ അവർ ഇതേപോലെ എടുത്തത്, ഞാനും അതേപോലെ എടുക്കാൻ പോവാണ്. അങ്ങനെയല്ല, നേരത്തെ എടുത്തവരുടെ മിസ്റ്റേക്കുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയല്ല ക്ലാസ് എടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അതേപോലെ അപ്പം ഓക്കെ എന്റെ ധാരണയിൽ ഇങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, അവർ പറഞ്ഞൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അത് പോരാ. അപ്പോ എങ്ങനെ ക്ലാസ് എടുക്കണം, അങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത്. അപ്പോ ഇപ്പൊ പറഞ്ഞെന്താ, കുറച്ചുകൂടി ഇനി വരാൻ പോകുന്നവര് അടുത്ത ക്ലാസ് മുതൽ ചെയ്യേണ്ടതാണ്, കുറച്ചുകൂടി പ്രാക്ടിക്കബിൾ ആകണം. അപ്പൊ നിങ്ങൾ വന്നിട്ട് വായിക്കുകയല്ല വേണ്ടത്, മറിച്ച് എന്താണ്, ഓക്കെ ഇതാണ്. അപ്പൊ നേരത്തെ ആരായിരുന്നു അലിമുത്ത് എടുത്തപ്പോഴ് ഞാൻ ഫുള്ള് പറയാൻ മറന്നുപോയി. അപ്പൊ അതില് കുൽ അലിമുത്ത് എടുത്തപ്പോഴാണോ അൻഷില എടുത്തപ്പോഴാണ് ആരൊരാൾ എടുത്തപ്പോഴത്തേക്ക് കുൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 330 പ്രാവശ്യം കുൽ വന്നിട്ടുണ്ട്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? കുൽ എന്നത് 330 പ്രാവശ്യം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പ്രസന്റേഷൻ അയച്ചു തരുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്? ഞാനാണ് ഫുള്ള് ബിസിയാണ്. ഞാൻ ആദ്യം പ്രസന്റേഷൻ ഉടനെ അയച്ചു തരാൻ കാര്യം ഇത് മറന്നു എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ വായിച്ചു നോക്കിയിട്ട് പ്രസന്റേഷൻ എഴുതിയിരിക്കുന്ന ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കണം, അപ്പൊ ഞാൻ പറഞ്ഞുതരും. ഞാൻ ചിലപ്പോൾ വിചാരിക്കുക ഓക്കെ ഇത് അയച്ചു കൊടുത്തിട്ട് പിന്നെ ഒരു വോയിസ് കൂടി ഇട്ട് കൊടുക്കാം, എങ്ങനെയാ ക്ലാസ് എടുക്കണം അത് പറയണമെന്ന് വിചാരിക്കും. പക്ഷെ അതിലേക്ക് വൺ ബൈ വൺ ആയിട്ട് വേറെ എൻഗേജ്മെന്റുകൾ വരും, അതങ്ങ് മറന്നു പോകുന്നതാണ്. അപ്പൊ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് എന്ത് ചെയ്യണം, നമ്മൾ ഫോക്കസ് ചെയ്ത് അത് നമ്മുടേതായ രീതിയിൽ പറഞ്ഞെടുക്കുക. ഉദാഹരണമായിട്ട് ഇപ്പോ ഇതിന് സിറാത്തുൽ മുസ്തഖീം പറഞ്ഞു, അല്ലദീന 1000 7 പേജ് ഇങ്ങനെ വായിച്ചാൽ പോരാ. ഞാൻ നേരത്തെ പറഞ്ഞ കുറ്റം പറയല്ലോ കേട്ടോ. മീൻസ് നമ്മൾ അടുത്ത ഒരാൾ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വരേണ്ടത്. അല്ലദീന എന്ന വാക്ക് ഖുർആനിൽ 1080 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതായത് 1080 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ 7 പേജിന് തുല്യം. നോക്കൂ, നമ്മൾ 1/4 ജുസുവിനധികം പഠിച്ചു. ഒരു ജുസ് എന്ന് പറഞ്ഞാൽ 20 പേജാണ്. ഒരു അര പേജ് എന്ന് പറയുമ്പോഴത്തേക്ക് അര ജുസ് എന്ന് പറയുമ്പോൾ 10 പേജായി. അപ്പോ 7 പേജ് എന്ന് പറയുമ്പോഴത്തേക്ക് 1/4 ജുസുവിലധികമായി. അപ്പൊ 1/4 ജുസുവിലധികം വാക്ക് അല്ലദീന പഠിച്ചു കഴിയുമ്പോൾ അതുണ്ടാകും. അല എന്ന് പറയുമ്പോൾ 1421 പ്രാവശ്യം അല വന്നിട്ടുണ്ട്. അതായത് 9 പേജ്. അപ്പൊ ഈ 9 പേജും 7 പേജും കൂടെ ആയപ്പോ എത്രയായി? 9 പേജും 16 പേജായി. ഈ 2 വാക്കിലൂടെ തന്നെ നമ്മൾ ഏതാണ്ട് 1 ജുസു ഓളം പഠിക്കാൻ പോവാണ്. ഇങ്ങനെ ഈ ഡിസ്പ്ലേ ഒന്നാണ്, പറയുന്നത് വേറൊന്നാണ്. അതായത് ഡിസ്പ്ലേ ചെയ്യുന്ന എന്തിനാണ്? അവർ ടെക്സ്റ്റ് ബുക്ക് നേരെ നോക്കാതെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡിസ്പ്ലേ സ്ക്രീനിൽ നോക്കണം, അധ്യാപനം നോക്കണം. നമ്മൾ പറയുന്നത് നോക്കണം. നമ്മുടെ കണ്ണിലൂടെയും വായിലൂടെയുമാണ് ചെയ്യേണ്ടത്, എനർജി കൊടുക്കേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു, എന്താ പറഞ്ഞത്? റാപ്പോ ബിൽഡ് ചെയ്യണമെന്ന് പറയാം. അതായത് എന്തെങ്കിലും ആർക്കും സംശയം ഉണ്ടോ? റാപ്പോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? സെയിം വേവ് ലെങ്തിലാകണമെന്ന് പറഞ്ഞു. അത് മനസ്സിലായോ? സെയിം വേവ് ലെങ്തിൽ എന്ന് പറഞ്ഞാൽ നാമും കേൾവിക്കാരനും ഒരേ മാനസിക നിലയിൽ എത്തുക. അതായത് ഈ 2 പേര് തമ്മിൽ, ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ സംസാരിക്കണം എന്ന് പറയില്ലേ? എന്തുകൊണ്ട് ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ സംസാരിക്കണം എന്ന് പറയുന്നത്? അവർ ഷെയർ ചെയ്യുന്ന വിഷയങ്ങൾ ഒരു പരിധിക്ക് അപ്പുറം പോയി കഴിഞ്ഞാൽ അവർ 2 പേരും ഒരേ മാനസിക നിലയിൽ എത്തും. ഒരേ മാനസിക നിലയിൽ എത്തിയാൽ എന്താവും? പിന്നീട് 2 പേരും തമ്മിൽ വേർപെടുത്താൻ പറ്റാത്ത അവസ്ഥയും. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളിപ്പം അതേ രീതിയിലാണ് അധ്യാപകനും ശിഷ്യനും തമ്മിൽ ഉണ്ടാകേണ്ടത്. അതേസമയം അവിടെ ജെൻഡർ വ്യത്യാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഉള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെയല്ല, മുതിർന്നവരെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ നിയ്യത്ത് എന്താണ്? നമ്മുടെ ആശയം അവർക്ക് പകർന്നു കൊടുക്കൽ മാത്രമാണ്. അപ്പൊ അങ്ങനെ ആശയം ഉൾക്കൊള്ളുന്ന തരത്തിൽ ഒരേ മാനസികാവസ്ഥയിലേക്ക് വരുന്നതിനാണ് സെയിം വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതേപോലെ റാപ്പോ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നതും അതിനാണ്.
അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐസ് ബ്രേക്ക് ചെയ്ത് സ്റ്റുഡൻസ് നമ്മളുമായിട്ട് ഒരു ടച്ച് ഉണ്ടാകണം. മനസ്സ് എന്താ പറയാ, ചില കുട്ടികളൊക്കെ ഈ ബലം പിടിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ അവനെയൊക്കെ നമ്മൾ ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തിട്ടിരിക്കുമ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ നോക്കി, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഉടനെ അവന്റെ ആ ആ ഇരുത്തല്ലേ, ആ ഇരുത്തം ശരിയല്ല. എന്താണ് ഇങ്ങനെ ബലം പിടിച്ചുകൊണ്ട് ഇരുത്തുന്നത്? എന്താ കുഴപ്പം? ഇങ്ങനെ ഒരു നോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം അത് നമ്മൾ വിചാരിക്കും വളരെ ആകാംക്ഷവും ഇരിക്കുകയാണ്. എന്താണ് മൈൻഡ് സ്റ്റാൻഡ്സ് എന്ന് പറഞ്ഞാൽ അത് ടെമ്പറാണ്. അന്നേരം നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അവനെ ഒന്ന് അനക്കാൻ നോക്കും, അവനെ ചിരിപ്പിക്കാനോ സംസാരിപ്പിക്കാനോ എന്തെങ്കിലും നോക്കിയിട്ടാണ് നമ്മളുമായി കുറച്ചുകൂടെ അറ്റാച്ച്മെന്റിലാക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇതാണ് സെയിം വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതാണ് റാപ്പോ ബിൽഡ് ചെയ്യാന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്ലാസ് എടുത്തു കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പൊ വായനയ്ക്ക് അപ്പുറം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം ഓക്കെ, നമ്മളൊന്ന് പറഞ്ഞു നോക്കാം. നേരത്തെ അൻഷില എടുത്തപ്പോഴത്തേക്ക് അത് പറഞ്ഞായിരുന്നു. മനസ്സിലായില്ല? ആരാ എടുത്ത് നമുക്ക് ഫസ്റ്റ് എടുത്തത്? ഫാത്തിമ രഹന പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു നമുക്ക് നമ്മൾ പറഞ്ഞു നോക്കിയാൽ അങ്ങനെ പറയാമെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പറയാം. നിങ്ങളൊക്കെ മൈക്ക് ഓൺ ചെയ്തിട്ടൊന്ന് പറഞ്ഞു നോക്കൂ. വാലുൻ, വാലീൻ, വാലൂൻ, സദറുൻ, സുദൂറുൻ, സദറുൻ, സുദൂറുൻ. വാലുൻ, വാലീൻ. ആ ഞാൻ പറയാം. ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാ പറയേണ്ടത്? ഇപ്പഴല്ല, ക്ലാസ് എടുക്കുന്ന നേരത്ത് പറയണം. എന്നിട്ട് എന്ത് ചെയ്യണം, മൈക്ക് ഓൺ ചെയ്യിപ്പിച്ചിട്ട് പറയിപ്പിക്കണം. നമ്മൾ 10 മിനിറ്റ് 15 മിനിറ്റ് എടുത്താലും മതി. അതായത് നിങ്ങൾ തന്നിരിക്കുന്ന ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ എടുക്കുന്ന ഭാഗം എന്ത് ചെയ്യുക, കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് എടുക്കുക. ഓക്കെ ആണോ? ഷൈമ പറഞ്ഞ പേര്. പിന്നെ രണ്ടാമത്തെ ആളാരാ പറഞ്ഞത്? രണ്ടാമത്തെ ഞാൻ ഖദീജ. രണ്ടാമത്തെ ഖദീജ. മൂന്നാമത്തെ ആരാ? ഒന്ന് ഷൈമ, 2 ഖദീജ, 3 ഏതായാലും ഉണ്ടോ? ഷറഫുദ്ദീൻ എടുത്തല്ലേ? അലിമുത്ത് കഴിഞ്ഞ്, ഫാത്തിമ രഹന കഴിഞ്ഞ്, ഖദീറത്തുൽ കുബ്ര കഴിഞ്ഞ്, മുജീബ് കഴിഞ്ഞ്, റഹീമ വി എടുത്തായിരുന്നോ? റഹീമ എടുത്തു തോന്നല്ലേ? കഴിഞ്ഞ ക്ലാസ് എടുത്തിരുന്നു ഉസ്താദ്. കഴിഞ്ഞ ക്ലാസ് എടുത്ത്. റസീന കേസി ആണോ അതിനകത്തുള്ള? റസീന റസീന കേസി കഴിഞ്ഞു. പിന്നെ ഷൈനിയോ? സാംസങ് എന്ന് കാണിക്കുന്ന ഷൈനി അല്ലേ? അതെ. ഷൈനി കഴിഞ്ഞു. ഇതിലിരിക്കുന്നവരെല്ലാം കഴിഞ്ഞവരാണ്. അപ്പൊ എന്ത് ചെയ്യും, ഈ രണ്ടുപേര് കഴിഞ്ഞാൽ വേറൊരാളുടെ പേര് ഞാൻ വിളിക്കും. അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് എടുക്കാൻ സന്നദ്ധമായിരിക്കുമോ? ഓക്കെ, എടുക്കാം. അല്ല, ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് മുജീബ് ഓക്കെ. പിന്നെ ആരാ ഓക്കെ പറഞ്ഞു? റഹീമ ഓക്കെയാണ്. അലിമുത്ത് ഓക്കെയാണ്. ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നാലാമത്തെ നമ്മളിപ്പോ അടുത്ത ക്ലാസ് എടുക്കാൻ പോകുന്ന 5ാമത്തെ ക്ലാസ് ആണ്. 5ാമത്തെ ക്ലാസ് നന്നായിട്ട് പഠിച്ചിട്ട് വേണം വരാൻ. അതേപോലെ ഇപ്പൊ നമ്മള് ഖുറാന്റെ അർത്ഥം പറയുമല്ലോ, ഖുൽ അഊദു ബിറബ്ബിന്നാസ്. അപ്പൊ ഖുൽ നീ പറയൂ, അഊദു ഞാൻ അഭയം തേടുന്നു, ബിറബ്ബി രക്ഷിതാവിനോട്, നാസ് ജനങ്ങളുടെ. അപ്പൊ ഒരുമിച്ച് എങ്ങനെ അർത്ഥം പറയും? ഈ സ്ക്രീനിൽ ഒരുമിച്ച് അർത്ഥം കൊടുത്തിട്ടില്ല. അപ്പൊ ഒരുമിച്ച് അർത്ഥം പറയുന്നത് എന്ത് ചെയ്യണം, നമ്മൾ സ്വന്തം പഠിച്ചിട്ട് വേണം വരാൻ. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ വന്നിട്ട് ഇപ്പൊ എങ്ങനെ പറയണം, എന്ത് പറയണം എന്നൊരു ഇതുണ്ടാവും. അതേപോലെ ഇപ്പൊ നമ്മൾ പേര് വിളിച്ചു, ഞാൻ പേര് കൊടുത്തു. അടുത്ത പ്രാവശ്യം പേര് വിളിക്കുമ്പോൾ ഷൈമ വന്നു, ഖദീജ വന്നു, വേറെ ആരുടെ, മുജീബിന്റെ ആരുടെങ്കിലും, പിന്നെ ആരാ പറഞ്ഞു, വിജയ്, റഹീമയുടെ ആരെങ്കിലും പേര് നമ്മൾ വിളിക്കും. അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നത് ഇപ്പൊ എന്റെ അറിവിലേക്ക് വരാണ്. അല്ല, ഞാൻ എടുക്കാൻ പോകുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ അല്ലെങ്കിൽ പിന്നെ ഈ 5ാമത്തെ ക്ലാസ്സിന്റെ ഖുറാന്റെ ഭാഗം മാത്രം എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഭാഷാ പഠനത്തിന്റെ ഭാഗം മാത്രം എടുക്കാൻ.
അല്ലെങ്കിൽ പറയാം ഉസ്താദ് ഞാൻ ഈ 5ാമത്തെ ക്ലാസ് പ്രിപ്പയർഡ് അല്ല, അതേസമയം ഞാൻ മൂന്നാമത്തെ ക്ലാസ്സിന്റെ കുറച്ച് ഭാഗം എടുക്കാം. ഓക്കെ, റെഡിയാണ്. പക്ഷെ എന്ത് ചെയ്യണം? നേരത്തെ എടുത്തതുപോലെ അല്ലാത്ത രീതിയിൽ പവർഫുൾ ആയിട്ട് അവതരിപ്പിക്കും. ഓക്കെ, അപ്പോ നമ്മൾ എന്തിനാ ഇറങ്ങി തിരിച്ചത്? നമ്മൾ എന്തിനാണ് ഇറങ്ങി തിരിച്ചത്? ഖുർആൻ എളുപ്പത്തിൽ പഠിക്കാൻ. പഠിക്കാനാണോ? മനസ്സിലാക്കാൻ. ജനങ്ങളെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങി. എത്തിക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും. റോങ് ആയിട്ട് പറയും. നമ്മൾ ജനങ്ങളെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താകണം? ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ക്വാളിഫൈഡ് ആകണം. നമ്മളെ മാനസികമായും എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും എന്ത് ചെയ്യും? നമ്മളെ ഒതു സൂക്ഷിക്കാൻ പറയും. ഒതു കഴിയുന്നത് നമ്മൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പുറമേ നമ്മൾ ശുദ്ധിയാവുക, അതേപോലെ തന്നെ നമ്മുടെ ഹൃദയവും ശുദ്ധിയാകണം. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഒരു ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. ഖുർആൻ പഠിക്കുന്ന അധ്യാപകൻ എന്താണ്? നമ്മൾ ഇത് നിറച്ചു കൊടുക്കാൻ പോകുന്നത്. അതായത് പെട്രോള് റീഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ളത് പെട്രോളാണ്. പെട്രോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എനർജി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ അയാളുടെ വാഹനത്തിൽ നിറയ്ക്കുന്നത് എനർജി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള, അയാളുടെ വാഹനത്തിന് എനർജി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പെട്രോളാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ടാങ്കിലാണ് ഇത് നിറച്ചേക്കുന്നത്. നമ്മൾ ടാങ്കിൽ നിറച്ചിട്ട് ആ ടാങ്കിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അയാൾക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ടാങ്ക് എന്തായിരിക്കണം? നമ്മുടെ ടാങ്ക് എന്തായിരിക്കണം? സ്റ്റെയിൻലെസ് ആയിരിക്കണം. സ്റ്റെയിൻലെസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് അറിയില്ല. എന്താണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ? തുരുമ്പ് പിടിക്കാത്ത, അഴുക്കില്ലാത്തതെന്നർത്ഥം. ഇരുമ്പിൽ നിന്നും കാർബൺ നീക്കം ചെയ്തതാണ് സ്റ്റെയിൻലെസ്. അപ്പൊ നമ്മളെ ടാങ്ക് അഴുക്കില്ലാത്ത ടാങ്ക് ആയിരിക്കും. നമ്മൾ ടാങ്ക് അഴുക്കുള്ള ടാങ്കാണ് എങ്കിൽ നമ്മൾ ഹോൾസെയിലിൽ നിന്ന് എടുക്കും. ഹോൾസെയിലിൽ നിന്ന് എടുത്ത് നമ്മൾ ടാങ്ക് നിറയ്ക്കും. എന്നിട്ട് ഈ ടാങ്കിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മറ്റേ കൊടുക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? അതിന്റെ ഊർജം കറക്റ്റായിട്ട് കിട്ടുമോ? കിട്ടൂല. നമ്മൾ വിചാരിക്കും, നമ്മൾ പഠിച്ചു കൂൽ മോനെ, കൂൽ എന്ന് പറഞ്ഞാൽ, കൂൽ എന്ന വാക്ക് മാത്രം ഖുർആനിൽ 330 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പേര് എത്ര വാക്കുണ്ട്? ഒരു പേര് എത്ര വാക്കുണ്ട് ഖുർആനിൽ? ആർക്ക് പറയാം? 150 വാക്ക്. അപ്പൊ 150 മൾട്ടിപ്ലൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എത്രയായി? 300. അപ്പൊ കുൽ എന്ന വാക്ക് പഠിച്ചാൽ ഖുർആനിൽ 2 പേര് ചേർന്നു. കുൽ നീ പറയൂ. അപ്പൊ ഓക്കെ, നമ്മൾ അറിയാം. നമ്മൾ വിചാരിക്കും ഈ സംഗതി നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് എഫക്ട് ചെയ്യും എന്ന്. അത് തെറ്റിദ്ധാരണയാണ്. നന്നേ ചുരുങ്ങിയത് ഖുർആൻ പഠിപ്പിക്കുന്ന ആളെ കുറിച്ചെങ്കിലും അത് തെറ്റിദ്ധാരണയാണ്. കാരണം എന്താ? ഖുർആൻ നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആളുടെ ടാങ്ക് എന്തായിരിക്കണം? ക്ലീൻ ആയിരിക്കണം. ആ ടാങ്കിലാണ് ഞാൻ നിറച്ചു തരുന്നത്. നിങ്ങളുടെ ടാങ്കിൽ ഞാൻ അങ്ങോട്ട് നിറച്ചു തരിക. ഞാൻ എന്താണ്? ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഞാൻ ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്ത് ചെയ്യുന്നു? എൻ്റെ നിന്ന് വാങ്ങിയിട്ട് അത് കൊടുക്കുകയാണ്. അപ്പൊ എൻ്റെ അടുത്ത ടാങ്കിൽ അഴുക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കിട്ടൂല. അല്ലെങ്കിൽ കിട്ടിയാലും എന്തായിരിക്കില്ല? ഒറിജിനൽ ഖുർആന്റെ പവർ അതിനകത്ത് ഉണ്ടാവില്ല. ഞാൻ നിങ്ങൾക്ക് തരാണ്. നിങ്ങൾ നിറയ്ക്കുന്ന ടാങ്ക്, നിങ്ങളുടെ ടാങ്കിൽ അഴുക്കുണ്ടെങ്കിൽ ഉണ്ടാവില്ല. ഞാൻ തരുന്ന ഊർജത്തിന്റെ ഫുള്ള് കപ്പാസിറ്റി അതിനകത്ത് ഉണ്ടാവില്ല. അത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ പിന്നെയും കുറച്ച് കുറഞ്ഞിട്ടേ ഉണ്ടാവും. അപ്പൊ അതിനുണ്ടാവും മൈലേജ് കുറയും. പിന്നെ ആൾക്കാർ നിങ്ങളിൽ നിന്ന് സാധനം വാങ്ങൂല. നമ്മൾക്ക് ഖുർആൻ പഠിക്കാൻ വരാത്ത എന്തുകൊണ്ടാ? നമ്മള് കൊടുക്കുന്നത് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ കറക്റ്റായിട്ട് കൊടുത്താൽ ഏതെങ്കിലും രീതിയിൽ ആൾക്കാർ വന്ന് വാങ്ങിച്ചോളും. തെരഞ്ഞു പിടിക്കും, തെരഞ്ഞു പിടിച്ച് വരും. അപ്പൊ എനിക്കിവിടെ ഇരിക്കാൻ സമയമില്ലല്ലോ. ഇരിക്കാനും നിൽക്കാനും എഴുതാനും ടൈപ്പ് ചെയ്യാനും ഒന്നും സമയമില്ല. നമുക്ക് കഴിവിന്റെ പരമാവധി എന്ത് ചെയ്യണം? ഇനി ഒരു 10 ആളെ കിട്ടിയാലും നമുക്ക് ആ 10 ആളെ വെച്ച് പണിയെടുപ്പിക്കാനുള്ള സംഭവം ഇവിടെ ഉണ്ട്. നിങ്ങൾ 10 ആള് പണിയെടുക്കാൻ വരാമോ ഇവിടെ? നിങ്ങൾ ഈ 10 ആൾക്കും പണി ഇപ്പോഴുണ്ട്.
അപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം നിങ്ങൾ പഠിച്ചാൽ, നിങ്ങൾ വിളിച്ചാൽ ആൾ വരണം, എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കുന്ന പവർഫുൾ ആണ് എന്ന് നമ്മൾ തോന്നിയാൽ അപ്പൊ എന്താ ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫ്രീ ഫ്രം ഓൾ ടൈപ്പ് ഓഫ്, എന്താ പറയുക, എല്ലാ തരത്തിലുള്ള ഡിഫക്റ്റുകളിൽ നിന്ന് നമ്മളെ മൈൻഡ് ഒരു മത്തിയുടെ തലയും ഒരു മത്തിയുടെ കുടലും നമ്മളെ ഹൃദയത്തിൽ വെച്ചേക്ക്. അസൂയ, പരദൂഷണം, പക, വിദ്വേഷം, വെറുപ്പ്, ഇതൊന്നും ഇല്ലായിരുന്നാൽ നമുക്ക് ഹൃദയത്തിന് ഒരു അസുഖം ഉണ്ടാകും. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. ആ ഹൃദയം നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, ഹൃദയം ചീത്തയാൽ ശരീരം മുഴുവൻ ചീത്തയായി. അപ്പൊ ഈ ചീത്തയായ ഹൃദയത്തിൽ നിന്നാണ് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതെങ്കിൽ എന്താവും? അത് ഡൈല്യൂട്ട് ആവും, അത് പവർഫുൾ ആയിരിക്കും. പക്ഷെ അല്ല, അങ്ങനെ ഒരു നല്ല, ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരാൾ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു സംഭവം ഇതാണ് നമ്മുടെ നിയ്യത്തിലുണ്ടാകണം. ഞാൻ ഇങ്ങനെ ക്ലീനാണ്, ഈ ക്ലീനായ ടാങ്കിലാണ് ഞാൻ ഇത് നിറയ്ക്കുന്നത്, ഇത് നിറച്ചിട്ട് ജനങ്ങളുടെ അടുത്ത് ചെന്നാൽ ജനങ്ങളിൽ നിന്ന് വാങ്ങിക്കോളും. പക്ഷേ നമുക്കറിയാമല്ലോ, മിക്കവാറും ആൾക്കാർ എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്? വില കുറഞ്ഞിടത്തു നിന്നാണ് വാങ്ങിക്കുന്നത്. എന്തുകൊണ്ടാ? അവൻ മായം ചേർത്താ കൊടുക്കുന്നത്, നമുക്കറിയാം. വില കൂടിയ സ്ഥലത്തു നിന്ന് വാങ്ങിക്കാൻ ആൾക്കാർ ചിലപ്പം കുറവായിരിക്കും, പക്ഷേ ആൾക്കാർ പിന്നീട് അറിഞ്ഞ് മനസ്സിലാക്കി നമ്മളടുത്ത് നിന്ന് വാങ്ങിക്കും. ഉദാഹരണം പറഞ്ഞാല് 40ാമത്തെ ബാച്ചിൽ ചേർന്ന ആള്, ഇപ്പൊ ഞാനിപ്പോ പുതിയൊരു ന്യൂ വാട്സപ്പ് എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് മെസ്സേജ് പറഞ്ഞു, നിങ്ങൾക്കല്ല പുതിയ ആൾക്കാർക്ക് പറയും. അപ്പൊ ഈ ന്യൂ വാട്സപ്പ് എന്ന് അയക്കാൻ പറയുമ്പോൾ കുറെ പഴയ ആൾക്കാർ വരും. ഇവരെല്ലാം വിചാരിക്കും നമുക്ക് ഹിസ്റ്ററി അറിയുന്നതാണ്. നമുക്ക് തുടങ്ങിയത് പോലെയുള്ള ഹിസ്റ്ററി നമ്മുടെ അടുത്തുണ്ട്. 2016 ഇവിടെ വന്നതിന് ശേഷമാണ് പുതിയ സിസ്റ്റം തുടങ്ങിയത്. അത് മുതലുള്ള ഹിസ്റ്ററി നമ്മളിലുണ്ട്. അപ്പൊ അവൻ രണ്ടാമത് കോണ്ടാക്ട് ചെയ്യും ന്യൂ വാട്സപ്പ്. നമുക്കറിയാം, ഇവൻ 10 വർഷം മുമ്പ് കോണ്ടാക്ട് ചെയ്തിട്ട് പഠിക്കാതെ പോയാണ്. വീണ്ടും 10 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾക്ക് എന്തോടാ വരുന്നത്? അന്നേരം ഇവർക്ക് മനസ്സിലായി, നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് കോഴ്സ് പൂർത്തിയാകുമായിരുന്നല്ലോ, 3 വർഷം കൊണ്ട് അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് കോഴ്സ് പൂർത്തിയാകും. വീണ്ടും നമ്മൾക്ക് വരിക, നമുക്ക് ഒന്നുകൂടെ പഠിക്കണം. അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലായാൽ ആൾക്കാർ വീണ്ടും വരും. അല്ലാഹ് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ മനഃശുദ്ധിയോടുകൂടി ഇത് ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ആർജവത്തോട് നിലനിൽക്കുക. തീർച്ചയായും അല്ലാഹ് അതിനുള്ള വഴി കാണിച്ചു തരും. അത് നമുക്ക് അത് നിർവഹിക്കാനുള്ള താല്പര്യം മാത്രം നിലനിർത്തിയാൽ മതി. അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. للقاء باذن الله. السلام عليكم ورحمه الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاكم الله خيرا. اياكم اللهم امين. آمين آمين آمين.